بسم الله الرحمن الرحيم لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين التابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ പുണ്യഭൂമിയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി എത്തിയ അതിഥികളെ, ചെയ്തു കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ സൽക്കർമ്മങ്ങളെ, അവകളിലുള്ള വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. സഹോദര സഹോദരിമാരെ, വാസ്തവത്തിൽ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുന്നവരിൽ വളരെ പരിമിതം പേർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ചാൻസുകൾ ലഭിക്കാറുള്ളത്. നിങ്ങളെപ്പോലത്തെ മതപ്രബോധകന്മാരും പ്രവർത്തകന്മാരും അമീറന്മാരും മുമ്പ് ഹജ്ജും ഉംറയും ചെയ്ത് പരിചയമുള്ളവരും എല്ലാം നേതൃത്വം വഹിക്കുന്ന രീതിയിലുള്ളതായ യാത്രയാകുമ്പോൾ മാത്രമാണ് ഈ രൂപത്തിലുള്ളതായ സദസ്സുകൾ സംഘടിപ്പിക്കുവാനും ഇങ്ങനെയുള്ള പുണ്യഭൂമിയിലൂടെ നേടേണ്ട നേട്ടങ്ങളിൽ പ്രധാന നേട്ടമാകുന്ന ആ ഭൂമിയിൽ ഇറങ്ങിയതായ വഹീനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും ചാൻസ് കിട്ടുക എന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചാൻസ് ലഭിക്കുന്നവരായ നിങ്ങളെപ്പോലത്തവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കടപ്പെട്ടവരും ബാധ്യത കൂടുതൽ ഏറ്റെടുത്തവരുമാണ് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ കാണുന്ന രൂപത്തിൽ ഈ പുണ്യഭൂമിയിലേക്ക് വരുന്ന നിവേദക സംഘങ്ങളിൽ 100-ൽ 70% എന്ന് തന്നെ പറയാം
അജ്ഞരായി വരുന്നു, അജ്ഞരായി മടങ്ങിപ്പോകുന്നു. കല്ലുകളും പർവ്വതങ്ങളും കെട്ടിടങ്ങളും കുബ്ബകളും മിനാരങ്ങളും മീസാൻ കല്ലുകളും എല്ലാം കണ്ടുപോവുക എന്നതിൽ കൂടുതലായി അവരിൽ ബഹുഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാണ്, അവരിൽ പലരും എന്തിനാണ് വന്നത്, എന്താണ് കണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് പഠിച്ചിട്ടാണ് പോകേണ്ടത്, ഭാവി ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, ഈ യാത്രയിലൂടെ എന്താണ് നേടേണ്ടത് എന്നീ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരും അറിയാത്തവരുമായിട്ടാണ് ഹജ്ജ് സീസണിലും ഉംറയ്ക്ക് വരുന്നവരിലും ഞങ്ങൾ കാണാറുള്ളത്. ആക്ഷേപിക്കുകയല്ല, യാഥാർത്ഥ്യമാണ് അത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ചുരുക്കം. ചാൻസ് ഇപ്പോൾ ലഭിച്ചല്ലോ, ഇനിയും ലഭിക്കുമല്ലോ എന്നത് തോന്നിപ്പോകരുത്. ലഭിച്ചത് ശരിയാണ്, ലഭിക്കുമോ അല്ലാഹു ആലം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, കഴിഞ്ഞ കൊല്ലം ഹജ്ജ് ചെയ്തവരെ നാം ഇക്കൊല്ലം കാണാറില്ല, കഴിഞ്ഞ കൊല്ലം ഉംറയ്ക്ക് വന്നവരെ ഇക്കൊല്ലം ഉംറയ്ക്ക് വരുന്നതായി കാണാറില്ല. കാണാറില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്കാണ്. എല്ലാവർക്കും സംഭവിക്കാം, ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാവർക്കും നിർബന്ധമായി നേരിടേണ്ടതായ ഒരു യാത്രയാണ് ഏത് യാത്ര? മരണയാത്ര. കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്മാൻ മൗലവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഗ്രൂപ്പിൽ ഒരു ഹാജിയാർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്ത് ചെയ്തു? മക്കയിൽ വെച്ചിട്ട് മരിച്ചു. എത്രയോ സദസ്സുകളിലൂടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടതായ ഹാജിമാരെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചർച്ച നടത്തിയ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് കേട്ട ഇന്ന വ്യക്തി മരിച്ചു. എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. ഈ സംസാരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് തന്നെ ഇവൻ ധരിച്ച ഡ്രസ്സ് ഞാനാണോ മാറ്റിവെക്കുക, അല്ല മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണോ എന്ന് പറയാൻ പറ്റാത്ത ഗതികേടിൻ്റെ ജീവിതത്തിലാണ് നാം ജീവിക്കുന്നത്. അത് ഓർത്ത് ആയിരിക്കണം ഈ ഭൂമിയിലൂടെയുള്ള ഏതാനും മണിക്കൂറുകളെ കഴിച്ചു കൂട്ടേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. നിങ്ങളോട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ആയത്തിലൂടെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അഥവാ നടപ്പാക്കേണ്ടവർ ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവർ മാത്രം, അങ്ങനെയുള്ള ചില ആയത്തുകളുണ്ട് ഖുർആനിൽ. അത് മറ്റുള്ളവർക്ക് നടപ്പാക്കാൻ പറ്റില്ലല്ലോ. ലോകത്തിൽ ഒരു കാബയേ ഉള്ളൂ, ലോകത്തിലൊരു സഫയേ ഉള്ളൂ, ഒരു മറുവയേ ഉള്ളൂ, ഒരു ഹജറുൽ അസ്വദേ ഉള്ളൂ, ഒരു മഖാം ഇബ്രാഹിമേ ഉള്ളൂ, ലോകത്തിൽ ഒരു അറഫയേ ഉള്ളൂ, മുസ്ദലിഫയേ ഉള്ളൂ, മിനയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചിഹ്നങ്ങളിലേക്ക് നിങ്ങളിരിക്കുന്ന നാട്ടിലുള്ള മസ്ജിദ് നബവി ലോകത്തിൽ ഒന്നേ ഉള്ളൂ. സ്വർഗത്തോപ്പ് എന്ന് ഒരു ഭൂമിയെക്കുറിച്ച്, ഒരു സ്ഥലത്തെക്കുറിച്ച് റസൂലുള്ള വഹയിലൂടെ പ്രഖ്യാപിച്ചത് ഇവിടെയുള്ള ആ സ്വർഗത്തോപ്പിന് മാത്രമാണ്, വേറെ എവിടെയും ആ സ്ഥലത്തിന് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല. എൽമിൻ്റെ സദസ്സ് അത് മാറി മാറി വരുന്നതാണ്. എൽമ് പറയുമ്പോൾ മാത്രം സ്വർഗത്തോപ്പി എന്ന സൂചന ഹദീസിലുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തെക്കുറിച്ച് മബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പാണ് എന്നുള്ള പ്രഖ്യാപനം ആ സ്ഥലത്തിന് മാത്രമാണ് നടന്നത്. അത് ഒന്നേ ഉള്ളൂ, ലോകത്തിൽ വേറെയില്ല. എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിയിലേക്ക് വന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഖുർആനിലൂടെ അപ്രകാരം സുന്നത്തിലൂടെ ഇറങ്ങിയതായ കുറേ വിജ്ഞാനങ്ങളുണ്ട്, കുറേ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് പഠിച്ചു പോകണം എന്നത് അള്ളാഹ്ക്ക് നിർബന്ധവുമുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഫുർഖാൻ അലീമിലൂടെ സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി കാബം കെട്ടിയ വാർത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിലൂടെ പലപ്പോഴും നിങ്ങളുടെ അമീറന്മാരിലൂടെയും പ്രബോധകന്മാരിലൂടെയും കേട്ട വാർത്തയായിരിക്കാം. ഇവിടുന്ന് കേൾക്കുമ്പോൾ അതിന് അതിൻ്റേതാകുന്ന ഒരു ആസ്വാദനമുള്ളതുകൊണ്ട് മടക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു എന്ത് പറഞ്ഞു? നിങ്ങൾ വിളിക്കണം, ക്ഷണിക്കണം. ക്ഷണിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാതുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും ഈ പുണ്യഭൂമിയിലേക്ക് അവർ തടിച്ചു ചെല്ലും. അല്ലേ? അതൊക്കെ നിങ്ങൾ കേട്ട ഭാഗമാണ്. എന്തിനാണ്? ലിയശ്ഹദൂ മനാഫിഅ ലഹും. അവർ അഥവാ നിങ്ങൾ എന്ത് വേണം? കണ്ടുപഠിക്കണം. ലിയശ്ഹദൂ എന്ന് പറഞ്ഞാൽ വാള് കേൾക്കലല്ല, ഫിലിം കാണലല്ല, പുസ്തകം വായിക്കലല്ല, ലേഖനം വായിക്കലല്ല, കഥ പറയലല്ല, ഒന്നുമല്ല. കണ്ണുകൊണ്ട് കണ്ട് കാബയ്ക്ക് ദൃസാക്ഷിയാവുക, അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾക്ക് ദൃസാക്ഷിയാവുക. ഇതൊരു മഹാനേട്ടമാണ്, എല്ലാവർക്കും ലഭിക്കാറില്ല. അറബി പഴമൊഴി പറയാറുണ്ട്, കണ്ടവനെ പോലെയല്ല കേട്ടവൻ എന്ന്. അത് പച്ചപരമാർത്ഥമാണ്. അപ്പോൾ നേരിട്ട് കാണുക എന്നതിന് പ്രത്യേകത ഉണ്ട്. ഷഹീദ എന്ന വാക്കിന് അറബി ഭാഷയിൽ അർത്ഥം തന്നെ ദൃസാക്ഷിയാവുക എന്നതാണ്. ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവരുടെ മനാഫിഅകൾ
ഭൗതിക നേട്ടങ്ങളാവട്ടെ, പരലോകമോക്ഷത്തിനാവശ്യമായ കാര്യങ്ങളാവട്ടെ, അവകളെല്ലാം പുണ്യഭൂമിയിലൂടെ, അള്ളാഹിന്റെ ചിഹ്നങ്ങളിലൂടെ, അള്ളാഹ് ആദരിച്ച നാട്ടിലൂടെ, ജിബ്രീൽ കറങ്ങിയ നാട്ടിലൂടെ, നബിമാർ കറങ്ങിയ നാട്ടിലൂടെ, ലോകനേതാക്കളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വളർന്ന നാട്ടിലൂടെ, ദഅവത്ത് നടത്തിയ നാട്ടിലൂടെ, വഹി ഇറങ്ങിയ നാട്ടിലൂടെ, ഇത് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലൂടെ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ അത് കാലിക്കറ്റിലുള്ള ഏത് പള്ളിയിൽ 100 കൊല്ലം ഇരുന്ന് ചെയ്താൽ കിട്ടൂല, തിരുവനന്തപുരത്തിലും കിട്ടൂല, മംഗലാപുരത്തും കിട്ടൂല, ലോകത്ത് എവിടെയും കിട്ടൂല, അത് ഇവിടുന്നേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ അന്തരീക്ഷത്തിൽ വന്നു പോകുന്ന വ്യക്തി ഈ അന്തരീക്ഷത്തിലൂടെ റബ്ബുദ്ദേശിച്ചതായ ആ മനാഫെ നേടിയിട്ടല്ല പോകുന്നതെങ്കിൽ, അള്ളാഹ് ഉദ്ദേശിച്ച ആ ചേഞ്ച് അവർക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അവനെപ്പോലത്തെ ഗതികെട്ടവന് വേറെയില്ല. ഇവിടെ പാടാറുണ്ട് കവികൾ, ഇദാലം തതിബ് ഫീ തയ്യിബിൻ ഫീ തൈബത്തിൻ ഇൻദ തയ്യിബിൻ ബിതീബി ഹുദർ റഹ്മാനി ഐന തതീബു. ശുദ്ധരിൽ ശുദ്ധരായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ശുദ്ധിയിൽ ശുദ്ധിയുള്ള നാടാകുന്ന തൈബ എന്ന് അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ വഹിയിലൂടെ പേര് വെക്കപ്പെട്ട ഹാദിഹി താബ എന്ന പേര് നാമകരണം ലഭിച്ചതായ നാട്ടിലൂടെ വന്നിട്ട്, നാട്ടിലൂടെ നേടിയെടുക്കേണ്ട സമ്പാദ്യം നേടിയെടുത്തിട്ട് നാട്ടിലൂടെ നന്നാവാൻ പറ്റാത്തവർ പിന്നെ എവിടെയാണ് നന്നാവുക എന്ന്. അതെ, ക്ഷീണം വരുന്നുണ്ടോ? വിഷയത്തിൽ കടന്നിട്ടില്ല. ക്ഷീണമൊക്കെ മാറ്റിയിരിക്കുക, പ്രശ്നമില്ല. ജീവിതത്തിൽ ഒരു മണിക്കൂർ കിട്ടുന്ന ചാൻസാണല്ലോ. ഇനിയും വരാനും ഈ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുവാനും ഈ നാട്ടിലൂടെ നേടിയെടുക്കുവാനും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. സഹോദര സഹോദരിമാരെ, അതെ, നിങ്ങളുടെ ആൾക്കാരൊക്കെ എത്തിയോ? ഇനി ബാക്കിയുണ്ടോ ആൾക്കാർ വരാൻ? കഴിഞ്ഞു. ശരി, വിഷയത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ചോദ്യം. ഇതൊക്കെ മുഖവര മാത്രമാണ്. അതെയാ? സഹോദര സഹോദരിമാരെ, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചാൻസുകൾ അവൻ്റെ സൃഷ്ടികൾ നിന്നിട്ട് പരിമിതം ആൾക്കാർക്ക് നൽകാറുള്ളൂ. എന്തിനു വേണ്ടിയാണ്? ഒന്നിരിക്കലോ ഈ യാത്രയിലൂടെ അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവരെത്തട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഹുജ്ജത്ത് സ്ഥാപിച്ച് അവരെ വിടട്ടെ എന്നാണ് അള്ളാഹിൻ്റെ തീരുമാനം. അവർക്ക് തെളിവ് നിരത്തിവെച്ച് കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു, പറയേണ്ടത് പറഞ്ഞു, പഠിക്കേണ്ടത് പഠിക്കാൻ ചാൻസും കിട്ടി. ഇനി അവരെന്ത് കാട്ടുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയ ശേഷം, താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയ ശേഷം, ഇവിടെ നിന്ന് അവർ പറഞ്ഞ വാക്കിലൂടെ, ചെയ്ത പ്രവർത്തനത്തിലൂടെ പഠിക്കേണ്ട തത്വത്തിലേക്ക് എത്താതെയാണ് ഭാവി ജീവിതം നയിക്കുന്നതെങ്കിൽ അവൻ റബ്ബിൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെയാണ് കണ്ട് പരിചയം. എന്ത്? വാല് കുഴലിട്ടതുപോലെ, കുഴൽ വലിക്കുമ്പോൾ വാല് വളയും. എത്രത്തോളം ചില ഹാജിമാരുടെ പേര് തന്നെ അറിയപ്പെടുന്നു പലിശ ഹാജി, റാക്ക് ഹാജി, കള്ളാജി, ടാക്കീസ് ഹാജി എന്നൊക്കെ. ഇത് പുണ്യഭൂമിയിലേക്ക് ചെന്ന ശേഷം ഇന്റർനാഷണൽ തട്ടിപ്പുകാരനായി മാറുന്നവർ. നിങ്ങളെക്കുറിച്ചല്ല. അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ഒരു വെറും സർക്കിറ്റാക്കി മാറ്റി, വെറും സ്ഥലം കണ്ടു പോവുക എന്നതാക്കി മാറ്റി പോകുന്നവരെയും നാം കാണാറുണ്ട്. ഞാൻ വേദന കൊണ്ട് പറയണം കേട്ടാ, ഒരു ആചാര്യ ഒരു സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണം മാറാൻ വേണ്ടി പറയാണ്, ഞാനിവിടെ വന്നത് എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു നിർബന്ധം എന്നെ കൊണ്ട് അജയിപ്പിക്കണം, അങ്ങനെ മൂപ്പര് ഡ്രാഫ്റ്റ് അയച്ചത് കൊണ്ട് ഞാൻ വന്നതാണെന്ന്, മൂപ്പർക്ക് ആവശ്യമില്ല എന്ന്. അങ്ങനെ വരെ പറയുന്നവരെ കണ്ട് വേദനിച്ച ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ കാണുന്നത് ആദ്യം മനസ്സിലാക്കുക, ഇവിടെ ജീവിക്കുന്നവർ സഹാബാക്കളല്ല. ഇവിടെ ജീവിക്കുന്നവർ എന്നെ പോലത്തെ നിങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യന്മാരാണ്. അറബികളാണെങ്കിലും അനറബികളാണെങ്കിലും എന്തുണ്ട്, തെറ്റുകൾ ആരിൽ നിന്നിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതൃക നിങ്ങൾ കാണേണ്ടത് ആദർശത്തിലൂടെയാണ് എന്നല്ലാതെ ജനങ്ങളിലൂടെയല്ല. ജനങ്ങൾ എന്ത് കാട്ടി? അങ്ങനെയും ചിലർ ചെയ്തു. വീട്ടിലേക്ക്, നാട്ടിൽ ദിശില്ലാത്ത ആൾ, ചവറ്റുകൊട്ടയില്ലാത്ത ആൾ വീട്ടിൻ്റെ മീത് ചവറ്റുകൊട്ട കയറ്റി വെച്ചു. എന്തിനാണ്? മക്കയിൽ കണ്ടു, മദീനയിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവിടെ മക്കയിലും മദീനയിലും ഇവിടെ ദശക്കണക്കിന് ഇസ്ലാമിക ചാനലുകളുണ്ട്. ഇന്ത്യയിൽ അതുണ്ടോ? കേരളത്തിൽ അതുണ്ടോ? ഇല്ല. അതുകൊണ്ട് നല്ല രൂപത്തിൽ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ
സ്വർഗലോകത്തിലേക്ക് മുൻപന്തിയിൽ ഏത് ഉമമുകൾ, ഏത് സമൂഹങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പായി പ്രവേശിപ്പിക്കണമെന്ന് അള്ളാഹ് സെലക്ട് ചെയ്ത ഏറ്റവും ഉത്തമ സമുദായമായ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ പ്രത്യേകിച്ച് ആദമിൻ്റെ സന്തതികളിൽ ഉത്തമ സമുദായമെന്ന് ഖുർആൻ പേര് വെച്ച ഒരു വിഭാഗത്തെ ജീവിക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഖുർആൻ റസൂൽ പറയുന്നു, ഖൈറുന്നാസി ഖർനി, എൻ്റെ കാലഘട്ടക്കാരാണ് ഉത്തമ സമുദായം. അങ്ങനെയുള്ള ഉത്തമ സമുദായം ലോകത്തിൽ ആദമിൻ്റെ സന്തതികളിൽ അന്ത്യം വരെ ജീവിക്കുന്നവരിൽ ഉത്തമർ ജീവിച്ചതായ നാട്ടിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കും പോലെ, നിങ്ങൾ ആഗ്രഹിക്കും പോലെ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ജീവിച്ചാൽ സാധിക്കുന്നതല്ല. പിന്നെയോ ഉത്തമ സമുദായം ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണമെന്ന തത്വമാണ് ഈ ഖുർആനിലൂടെ ഈ നാട്ടിലേക്ക് വരുന്നവരും വരാത്തവരും പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതായ ആയത്തിലൂടെ ശാസിക്കുന്നതും പഠിപ്പിക്കുന്നതും. അത് ഉൾക്കൊള്ളുക എന്നത് പ്രധാന പോയിന്റാണ്, പ്രധാന ഭാഗമാണ്. ഇവിടെ വന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, മദീനയിൽ വന്ന് പോകുന്നവർ മദീന കണ്ട ശേഷം സ്വർഗത്തോപ്പ് എന്ന ആ ലോക മുസ്ലിങ്ങളുടെ മദ്രസ, യൂണിവേഴ്സിറ്റി, പാർലമെന്റ്, അസംബ്ലി, കോളേജ്, ദർസ്, പള്ളി എല്ലാം ആയിരുന്ന നീണ്ട പട്ടികയാണത്. ഇങ്ങനെ സ്വർഗത്തോപ്പിലിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെപ്പോലത്തെ നിവേദക സംഘങ്ങൾക്ക് ആഗ്രഹം ഒന്ന് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കിട്ടണം. നല്ലതാണ്, നിസ്കരിച്ചാലോ, നിസ്കരിച്ച് 2 റക്അത്തിന്റെ കൂലി കിട്ടും. അത് തിക്കും തിരക്കിലും പെടാത്ത ആൾക്കാരെ ദ്രോഹിക്കാതെ ചെയ്തതാണെങ്കിൽ. പക്ഷേ ആ സ്വർഗത്തോപ്പ് കൊണ്ട് റബ്ബുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്താണത്? സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞാൽ അദ്വനി തന്നെ പറയുന്നു, നിങ്ങൾക്ക് വേണമോ സ്വർഗം, ഈ സ്ഥലം എന്താണെന്ന് ലോകത്തോട് ഓതുന്നത് അത് പഠിക്കുക. സൂറത്തുൽ ബഖറ, ആല ഇമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, നീണ്ട പട്ടികകൾ. അതെ, ഒരു കാലഘട്ടത്തിൽ ആ സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ ഈ തെപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ ആ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ദൂതർ നമസ്കരിക്കാൻ വന്നാൽ മഴയാണ് തട്ടുന്നതെങ്കിൽ മഴ താഴെ വീഴും, കളിമണ്ണിൽ സുജൂദ് ചെയ്യും. അതിൻ്റെ അടയാളം ഞങ്ങൾ കാണും. അപ്പോൾ അവിടെ പ്രശ്നം പള്ളി വികസിക്കലോ പള്ളി നന്നാവലോ അല്ല, പ്രശ്നം അവിടെ ആ സ്ഥാപിക്കപ്പെട്ടതായ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തലാണ്. അതുകൊണ്ട് തന്നെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് കൂടി മക്കയിൽ നിന്നിട്ട് നാട് വിടേണ്ടി വന്ന നിങ്ങൾ കണ്ട കഅബയുടെ പരിസരത്തിൽ നീണ്ട 13 വർഷങ്ങളിൽ ആക്രമിക്കപ്പെട്ട, നീണ്ട 13 വർഷത്തിൽ മുഴുപട്ടിണിയിലും അരപ്പട്ടിണിയിലും കഷ്ടപ്പെടേണ്ടി വന്ന 1-2 തവണ എത്യോപ്യയിലേക്ക് അവരുടെ നാടല്ലാത്ത, അവരുടെ ഭാഷയില്ലാത്ത നാട്ടിലേക്ക് പോകേണ്ടി വന്ന, പിന്നെയും മടങ്ങി വരേണ്ടി വന്ന, പിന്നെ മദീനയിലേക്ക് ഹിജ്റ വന്ന ആ വിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായ ആ മുഹാജിറുകൾ മദീനയിലേക്ക് എത്തിയപ്പോൾ അവരിൽ പലരും കോടീശ്വരന്മാരുണ്ടായിരിക്കാം, പലരും നല്ല കാശുണ്ടായവരുണ്ടായിരിക്കാം. എല്ലാം ഒഴിവാക്കി വന്നവർക്ക്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വന്നവർക്ക് അവിടെ തിണ്ണ കെട്ടിക്കൊടുത്തു എന്ന കഥ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതായ ആ തിണ്ണ, ആ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ ആ പട്ടിണി കിടക്കുന്നവർക്ക് ജീവിക്കാനുള്ളതായ 3 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർ അല്ല, 3 ദിവസമല്ല. ആയിഷ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ 1 മാസം കഴിഞ്ഞു കിടക്കുന്നു. ഒരു ചന്ദ്രൻ വരുന്നു പോകുന്നു, ചന്ദ്രൻ വരുന്നു പോകുന്നു, ചന്ദ്രൻ വരുന്നു പോകുന്നു, 3 മാസം വിട്ട് കിടക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ലോകനേതാക്കളുടെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല. സംഭവം സഹീഹിൽ. അങ്ങനെയുള്ളതായ പുണ്യഭൂമിയിലേക്ക്, ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒന്ന് ഓർക്കുക, ഏത് ഇനങ്ങളാണ് ഭക്ഷണം തിന്നേണ്ടതെന്ന് വരെ തീരുമാനിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ വിഭവങ്ങളുടെ സദസ്സിലും വിഭവങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ സുഫ്രയിലും ഇരുന്ന് പരിചയമുള്ള നാം ഇവിടെ വന്നു പോകുന്നതായ വേളയിൽ ഇന്ന് വരെ അവർ കരളും കഴുത്തും മുറിച്ചു കൊടുത്തതായ മതത്തിന് വേണ്ടി, ആ പട്ടിണി കിടന്ന മുഴുപ്പട്ടിണിയിൽ അരപ്പട്ടിണിയിൽ ജീവിച്ച മതത്തിന് വേണ്ടി ഒരു തുള്ളി വേർപ്പെങ്കിലും ഞാൻ ഒലിപ്പിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് വന്നത് ഒരു ഉംറ കൊണ്ടാടാൻ വേണ്ടി മാത്രമല്ലല്ലോ, ഉംറ എന്ന ഒരു അമൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാട്ടിലേക്കാണ്. ഉംറ അവിടെ മക്കയിൽ ചെയ്യേണ്ടതായ ചടങ്ങാണ്, അത് നിർവഹിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ളത് മദീനയിലാണ്. പണ്ട് നിങ്ങൾ വന്നതുപോലെ നമ്മുടെ നേതാക്കൾ വന്നു പോയി
പോയിട്ടുണ്ട്. അവരിൽ നിന്നിട്ടൊരു ബുഖാരിയെ മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോക മുസ്ലിങ്ങളിൽ ഇമാം ബുഖാരിയെ പരിചയമില്ലാത്ത ഒരു മുസ്ലിം ഉണ്ടോ? ഇല്ല. എന്താണ് അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ കാട്ടിയത്? സുബ്ഹാനല്ലാഹ്, മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അന്ന് ഭൂമിയിൽ ജീവിച്ച പണ്ഡിതന്മാരിൽ നിന്നിട്ട് എൽമി ശേഖരിച്ച്, വിജ്ഞാനം ശേഖരിച്ച്, ഹദീസുകൾ മനഃപ്പാടമാക്കി വന്നതായ ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്നതായ ആ ശൃംഖലയിൽ വരുന്നതായ ഓരോ റിപ്പോർട്ടകന്മാരെ ശേഖരിച്ചുകൊണ്ട് 10ഓളം വാള്യം വരുന്നതായ 9000-ൽ പരം പേര് ഉൾക്കൊള്ളുന്നതായ ആ താരീഖുൽ കബീർ എന്ന ഗ്രന്ഥം അതേ സ്വർഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ കാണുന്നു ഒരു വ്യക്തിയുടെ ഹിസ്റ്ററി, ഒരു റിപ്പോർട്ടകന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആ സ്വർഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് എഴുതുന്ന വേളയിൽ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. 10,000-ഓളം പേരുടെ ഹിസ്റ്ററി എഴുതുന്ന വ്യക്തി അദ്ദേഹം 20,000-ഓളം റക്അത്ത് നിസ്കരിച്ചു എന്നതോടൊപ്പം ലോകത്തിന്റെ മുമ്പിൽ ആര് കളവ് പറയുന്നവരിൽ റിപ്പോർട്ടകന്മാരിൽ, ആര് സത്യം പറയുന്നവരിൽ റിപ്പോർട്ടകന്മാരിൽ, ആരിലൂടെയാണ് ഹദീസ് സ്വീകരിക്കേണ്ടതെന്ന് പഠിക്കാനുള്ളതായ ആ തറവാകി പോയതാണ് മഹാനായ ഇമാം ബുഖാരി. മദീന യാത്രയിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലോക പ്രശസ്തനെ ആർജിച്ച സഹാബാക്കളുടെ കാര്യത്തോടെ ഇരിക്കട്ടെ, ലോക പ്രശസ്തനായ നമുക്കേവർക്കും കേട്ടുപരിചയമുള്ള 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ഒരു ഇമാമായ ഇമാമു ദാറുൽ ഹിജ്റ, മദീനയാകുന്ന റസൂൽ ഹിജ്റ പോയ നാട്ടിൻ്റെ ഇമാം, ആ ഇമാം ഈ നാട്ടുകാരനായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഖാദിയായിരുന്നു, ഖതീബായിരുന്നു, മുദരിസായിരുന്നു, എല്ലാമായിരുന്നു. അങ്ങനെയുള്ള ഇമാമു ദാറുൽ ഹിജ്റ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ക്ലാസ് എടുക്കുന്ന വേളയിൽ ഖാല സാഹിബു ഹാദൽ ഖബർ എന്നാണ് ക്ലാസ് എടുക്കുമ്പോൾ പറയുക. ഈ ഖബറിൻ്റെ ഉടമ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ക്ലാസ് എടുത്ത് ലോകത്തിൻ്റെ മുമ്പിൽ ഈ മതത്തെ ക്ലിയറായി പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഹദീസിൻ്റെ ആദ്യ ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമായി അറിയപ്പെടുന്ന അൽ മുഅത്ത എന്ന ഗ്രന്ഥത്തിനുടമയായ ഇമാം ഈ നാട്ടുകാരനാണെന്ന് നാം പരിചയപ്പെടുമ്പോൾ, അതെ, ഈ നാട്ടിലൂടെ നേടിയെടുത്തവർ, സമ്പാദിച്ചവർ എന്ത് സമ്പാദിച്ചു, എന്ത് നേടി, എന്ത് കാട്ടി എന്നതിലേക്ക് എത്താൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ പ്രവർത്തനത്തിലുള്ള വീഴ്ചബോധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നാം ഒന്നും കാട്ടിയിട്ടില്ല, നാം ഒന്നും ചെയ്തിട്ടില്ല, അവർ ചെയ്തതിൻ്റെ മുമ്പിൽ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു ഉംറ ചെയ്യൽ മാത്രമല്ല, ഒരു ഹജ്ജ് ചെയ്യൽ മാത്രമല്ല, 5 വക്ത് നിസ്കരിക്കൽ മാത്രമല്ല, വേറെ പലതും ചെയ്യാനുണ്ട്, പലതും കാട്ടാനുണ്ട്. ഈ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ആദർശത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മദീനയിലൂടെ, മദീന മണ്ണിലൂടെ, മദീന അന്തരീക്ഷത്തിലൂടെ, അതെ, നല്ല നീണ്ട പട്ടികകൾ നിരത്തി വച്ചതായ ഈ നാട്ടിലേക്ക് എത്താൻ ചാൻസ് കിട്ടിയവരെ ഞാൻ ചോദിക്കട്ടെ, ഉഹദ് പർവ്വതം നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ കാണാൻ പോവുക. ബുഖാരിയിലൂടെ, മുസ്ലിമിലൂടെ, ഹദീസ് ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിക്കാനും കേൾക്കാനും സാധിക്കുന്നു. റസൂലിന് മദീനയോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു. മദീനയിൽ വന്ന ശേഷം, മക്ക കഴിഞ്ഞാൽ മദീനയിൽ വന്ന ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനോ അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറയ്ക്കോ അല്ലാതെ ഇവിടെ നിന്ന് പോകാറില്ല. ഹജ്ജ്, ഉംറ, യുദ്ധം, ഈ 3 കാര്യത്തിനല്ലാത്ത 4ാമത്തെ ആവശ്യത്തോടെ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല? മദീനയിൽ വന്ന ശേഷം പോയിട്ടില്ല. അങ്ങനെയുള്ള പോക്കിൽപ്പെട്ട ഒരു പോക്ക് തന്നെ, നീണ്ട പോക്കുണ്ടായത് തബൂക്കിലേക്കായിരുന്നു. എവിടേക്ക്? തബൂക്കിലേക്ക് 50ഓളം ദിവസം. മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മദീനയോടുള്ളതായ സ്നേഹം, മദീന ലോകത്തിന് സമർപ്പിച്ചതായ ആദർശത്തോടുള്ള സ്നേഹമാണത്. ആ ഖുർആനോടുള്ള സ്നേഹമാണ്, ആ ഇസ്ലാമിനോടുള്ള സ്നേഹമാണ്, ആ സുന്നത്തിനോടുള്ള സ്നേഹമാണ്. റസൂൽ ദൂരെ നിന്ന് മദീന കാണുമ്പോൾ പറയുന്നു ഹാദിഹി താബ, അത് മദീന കാണാൻ ആരംഭിച്ചു, അതാണ് മദീന. വളരെ ദൂരം, 800-700-ൽ പരം കിലോ അകലെ ചുട്ടുപഴുത്ത മദീനയുടെ ചൂടൊക്കെ 54-56 ഡിഗ്രിയൊക്കെയാണ് ചൂട് വരുമ്പോൾ ഇവിടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത്രയും ചുട്ടുപഴുത്തതായ വെയിലുള്ള സമയത്താണ് തബൂക്ക് യുദ്ധം നടന്നിരുന്നത്. ദൂരെ നിന്ന് ഹാദി താബ, പിന്നെ പർവ്വതം അടുത്ത് കാണുന്നു. ഉഹദ് പർവ്വതം കാണാൻ ആരംഭിച്ചപ്പോൾ പറയുന്നു ഹാദാ ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, അത് ഉഹദ് പർവ്വതമാണ് കാണുന്നത്, നമ്മെ സ്നേഹിക്കുന്നു, നാം അതിനെ സ്നേഹിക്കുന്നു. ഒരു ആലങ്കാരിക പദമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും റസൂൽ നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് പറഞ്ഞു പോയതെന്ന് മനസ്സിലാക്കണം. മദീന സന്ദർശിക്കാൻ ചാൻസ് കിട്ടിയ സഹോദര സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, മദീനയിൽ നിന്നിട്ട് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് മദീന പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ മദീനയിൽ നിന്നിട്ട് പഠിച്ചത്?
എന്താ റസൂലുള്ളാഹിന്റെ നാട് മക്കയല്ലേ? റസൂലുള്ള ജനിച്ചത് മക്കയല്ലേ? 40 കൊല്ലം കഴിച്ചു കൂട്ടിയത് മക്കയിലല്ലേ? ഈ ഇസ്ലാം മതത്തിൻ്റെ പ്രബോധനമാകുന്ന തൗഹീദിൻ്റെ ആ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി റസൂൽ ആരംഭിച്ചിട മുതൽ 13 കൊല്ലം താമസിച്ചത് മക്കയിലല്ലേ? മക്കയാണ് റസൂലുള്ളാഹിന്റെ നാട്. അങ്ങനെയുള്ള സ്വന്തം ജന്മഭൂമിയാകുന്ന നാട്ടിൽ നിന്നിട്ട് റസൂലുള്ള ഈ വിശുദ്ധ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ട്. കഥയിൽ എന്താണ്, ചരിത്രത്തിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. റസൂലുള്ള വന്നപ്പോൾ ഇവിടെയുള്ളവർ പാട്ടുപാടി ദപ്പുമുട്ടിപ്പാട്ട് പാടി ഇവിടെയുള്ള ചെറിയ ചെറിയ പെൺകുട്ടികളും അതുപോലെ ഇവിടെയുള്ള ജനങ്ങളും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ട വാർത്ത. അക്കൂട്ടത്തിൽ ചരിത്രത്തിൽ കാണുന്നു 2 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിൽ കടന്നു വന്നപ്പോൾ ചൊല്ലിയിട്ടുണ്ട് മദീനക്കാർ പദ്യം. ഒന്ന് റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജറ വന്ന വേളയിൽ, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന വേളയിൽ. പരിചയമുള്ള പദ്യമാണ്, നിങ്ങൾക്കറിയാം. തലഅൽ ബദ്റു അലൈന മിൻ തനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. എന്തേ റസൂലുള്ളാഹിന്റെ നാടല്ലാത്ത നാട്ടിലേക്ക് ഒരു നിമിഷം പോലും നുബുവത്ത് കിട്ടിയ ശേഷം, അടിവരയിടുക, ഒരു നിമിഷം പോലും നുബുവത്ത് കിട്ടിയ ശേഷം കാലുവെക്കാത്ത നാട്ടിലേക്ക് റസൂലുള്ള നാട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പറഞ്ഞ 40 കൊല്ലം ജീവിച്ച നാട്ടിൽ അമീൻ എന്ന ആ നാമകരണം ചെയ്യപ്പെട്ട നാട്ടുകാരാണ് നാട് കടത്തുന്നത്. ആ നാട്ടുകാരാണ് ബഹിഷ്കരിക്കുന്നത്, ആ നാട്ടുകാരാണ് കല്ലെറിയുന്നത്, ആ നാട്ടുകാരാണ് കൊല്ലാൻ വേണ്ടി വീട് വളയുന്നത്. അങ്ങനെയുള്ളതായ നാട്ടുകാർ നാട് കടത്തുമ്പോൾ ഒരു നിമിഷം പോലും കാലുവെക്കാത്തതായ നുബുവത്തിന്റെ ശേഷം കാലുവെക്കാത്തതായ നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ അവർ ദപ്പുമുട്ടിപ്പാട് പാടി സ്വീകരിച്ചു? എങ്ങനെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി? ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും നാട്ടിലേക്ക് എത്തി ചോദിച്ചാൽ മറുപടി വേണ്ടേ? അതെങ്ങനെ സംഭവിച്ചു? പരസ്പര വിരുദ്ധമല്ലേ? സ്വന്തം നാട്ടുകാർ നാടുകടത്താം, വിദേശികളായ മദീനക്കാർ സ്വീകരിക്കാം. ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾക്ക് മറുപടി ഇവിടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടതായ മിനയിൽ പോയി കണ്ടിരിക്കും. അല്ലേ, നിങ്ങൾ കണ്ടതായ മിനയിൽ വെച്ചിട്ട് രാത്രി നബുവത്തിൻ്റെ 11, 12, 13 വർഷങ്ങളിൽ വളരെ രഹസ്യ സമ്മേളനങ്ങൾ അവിടെ നടന്നതായ വേളയിൽ ഈ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തുകൊണ്ട് അയച്ചതായ യുവാക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ, മഹാനായ ഇബ്നു ഉമ്മു മക്തൂബ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമി എന്നും അംർ ഇബ്നു ഉമ്മു മക്തൂമി എന്നും അയാളെക്കുറിച്ച് പറയപ്പെടുന്നു. അങ്ങനെയുള്ളവരുടെ മുൻകൂട്ടി കാലേ കൂട്ടി വന്നിരുന്നു. എന്നിട്ട് ഈ നാട്ടിനെ ഈ നാടാക്കി മാറ്റിയത് അവരാണ്. നിങ്ങൾക്കറിയാമോ, മുസ്അബ് മദീനയെ മദീനയാക്കി റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ പറ്റുന്ന നാടാക്കി മാറ്റിയതായ ആ വ്യക്തി എത്ര വയസ്സുകാരനായിരുന്നു? പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ് നമ്മൾക്ക് ഒരു 50-60 വയസ്സായി കാണും. അല്ല, 23 എന്നാണ് ചരിത്രം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതായ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1433 വർഷം മുമ്പുള്ള ഒരു റബീഉൽ മാസത്തിലുള്ളതായ ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് നബി മദീനയിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ഈ മദീനക്കാരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം ഈ വിശുദ്ധ പ്രസ്ഥാനം, ഈ ആദർശം, ഈ തത്വം ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. അതിനുള്ള തറപാകിയതും അതിനുള്ള ചുറ്റുപാടുണ്ടാക്കിയതും ആരായിരുന്നു? ഈ യുവാവിനെ പോലത്തതായ ചിലവർ മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഈ മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞ ശേഷം ഭീമമായ വിശാലമായ ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതായ ഈ മതത്തിന് അനിവാര്യമായ നീണ്ട പട്ടികകൾ, നിയമാവലികൾ, വിധിവിലക്കുകൾ, തത്വങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ നേരത്തെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെയുള്ള തത്വങ്ങളിൽ പ്രധാന പോയിന്റുകളാണ് ഉഹദ് പർവ്വതത്തിൻ്റെ പരിസരത്തിൽ നടന്ന പോരാട്ടങ്ങളിലൂടെ, ആ മത്സരങ്ങളിലൂടെ ലോകം പഠിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, ഈ പർവ്വതത്തെ നാം സ്നേഹിക്കുന്നു, അത് നമ്മെയും സ്നേഹിക്കുന്നു എന്ന്. സഹോദര സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ളതായ വിധിവിലക്കുകൾ, നിയമാവലികൾ വിട്ടുകിടക്കുമ്പോൾ നാം ഈ നാട്ടിനെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം ചിന്തിക്കേണ്ടത്. ഈ നാട്ടിൽ നടന്നതായ സമർപ്പണം, ആ കരൾ മുറിച്ചു കൊടുക്കൽ, ആ കഴുത്ത് മുറിച്ചു കൊടുക്കൽ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അവരോട് പറയുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറായിരുന്നു. അത്രയും കടുകട്ടിയുള്ള ഈമാനിൻ്റെ ഉടമ
അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് തന്നെ റിസർവേഷൻ ചെയ്തുകൊണ്ട് ഖുർആനിൽ ആയത്തും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരല്ലായിരിക്കും പിൻകാലഘട്ടത്തിൽ വരിക എന്ന് അറിയുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അവർ മാതൃകയായി നമുക്ക് നിർണയിച്ചതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടെങ്കിൽ അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന കൽപ്പന ഇവിടെ വെച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അതിന് വിപരീതമായിട്ട് അവരുടെ ഓപ്പോസിറ്റായിട്ടാണ് അവരുടെ നേരെ വിപരീതമായിട്ടാണ് അവർ സ്ഥാപിച്ച, അവർ നിരത്തിവെച്ച ഐക്യം, അവർ സ്ഥാപിച്ച, അവർ നിരത്തിവെച്ച തൗഹീദ്, അവർ സ്ഥാപിച്ച, അവർ നിരത്തിവെച്ചതായ സുന്നത്തിലുള്ള കടുപിടുത്തം. ശ്രദ്ധിക്കണം, അടിവരായിട്ട് മനസ്സിലാക്കുക. സുന്നത്തിലുള്ള കടുപിടുത്തം റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള ചെയ്തു എന്നത് കേട്ടുകഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഓർഡർ അവിടെ വരിക. എന്താണ് ഓർഡർ? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് റസൂലിൽ മാതൃകയുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞത് ശരിക്ക് തന്നെ സഹാബാക്കൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നബിയുടെ ചലനങ്ങൾ, അനക്കങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് അവർ കണ്ടു കേട്ടു പഠിച്ചു. അതങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ അവരിൽ നിന്നിട്ട് ഗവർണറായ സമയത്ത്, അവരിൽ നിന്നിട്ട് ഖലീഫയായ സമയത്ത്, അവരിൽ നിന്നിട്ട് പ്രബോധകന്മാരായ സമയത്ത് ഓരോ രൂപത്തിൽ ഓരോ വിഭാഗവും എന്ത് ചെയ്തു? അത് നടപ്പാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ തീരുമാനം അവരിവിടെ നിൽക്കാൻ പാടില്ല എന്നതായിരുന്നു. അതുകൊണ്ട് നബിയുടെ പരിസരത്തിൽ കേട്ടോളീൻ. ഞാൻ സ്പീഡിൽ പറയും, കാരണം നിങ്ങൾക്കും ടൈം കുറവ്, എനിക്കും ടൈം കുറവ്. നിങ്ങൾ കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് വളരെ ഷോർട്ടായ ഭാഗം പറയുന്നു. മദീനയിലുള്ള ഖബർസ്ഥാനത്തിൽ ചെന്നാൽ, ഏക ഖബർസ്ഥാൻ മദീനയിൽ ഒന്നാണ്. ആ ഖബർസ്ഥാനത്തിൽ നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം, ചരിത്രം പറയുന്നു 10,000-ഓളം സഹാബാക്കളുടെ ഖബർ മാത്രമാണ് അവിടെയുള്ളത്. എത്ര? 10,000. നബി മരിക്കുമ്പോൾ ഇവിടെ നബിയോട് കൂടി ഹജ്ജ് ചെയ്തവരുടെ എണ്ണം 1,00,000-ഓളമാണ്. ഹജ്ജ് ചെയ്യുന്നവർ ആരായിരിക്കും? സാമ്പത്തിക ശേഷിയുള്ളവർ, ശാരീരിക ശേഷിയുള്ളവർ, പോകാൻ കഴിവുള്ളവർ മാത്രമാണ്. അല്ലാത്തവർ വേറെയും ഉണ്ടായിരിക്കും. അത്രയും കൂടുതൽ സഹാബാക്കൾ നബി മരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ട് 10,000 പേര് മാത്രമാണ് ബഖീൽ മറഞ്ഞു കിടക്കുന്നത് എന്നത് കേൾക്കുമ്പോൾ പഠിക്കേണ്ട പാഠം, കേൾക്കേണ്ട ധ്വനി എന്താണ്? എവിടെ പോയി മറ്റുള്ളവർ? അതിനുള്ള മറുപടി നിങ്ങളാണ്, ഞാനാണ്. എങ്ങനെ ഞാൻ മുസ്ലിമായി, എങ്ങനെ നിങ്ങൾ മുസ്ലിമായി, എങ്ങനെ യൂറോപ്പിലേക്ക് ഇസ്ലാം എത്തി, എങ്ങനെ റഷ്യയിലേക്ക് ഇസ്ലാം എത്തി, എങ്ങനെ ചൈനയിലേക്ക് ഇസ്ലാം എത്തി, എങ്ങനെ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം എത്തി, എങ്ങനെ ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തി എന്നതിന് മറുപടി അവരാണ്. അപ്പോഴാണ് നമ്മുടെ വീഴ്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ അയൽവാസിയായ മുസ്ലിം തന്നെ തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടില്ല, നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ല താനും. അമുസ്ലിമിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അവർ തീരുമാനിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുടെ മുഖം നോക്കി പറഞ്ഞപ്പോഴും മുആവിയോട് പറഞ്ഞപ്പോഴും അവർക്കത് ഓർമ്മയുണ്ട്. റസൂലിനെ ഞാൻ മടങ്ങി വരുമ്പോൾ കാണാതെ വന്നു പോകുമോ എന്നതോർത്ത് കരയുന്നതായ മുആവിയയെ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ, നിങ്ങൾ യമനിലേക്ക് പോയി പ്രബോധനം ചെയ്ത് മടങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്ന സൂചന കിട്ടിയിട്ട് പോലും മുആവിയ പോകാതിരുന്നില്ല. മുആദ് ബിൻ ജബൽ പോകാതിരുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആ പ്രബോധനം അവിടെ എത്തിച്ചു കൊടുക്കാൻ, ആ തൗഹീദ് അവിടെ എത്തിച്ചു കൊടുക്കാൻ, ആ സത്യവിശ്വാസം എത്തിച്ചു കൊടുക്കാൻ ജൂതന്മാരുടെ നാട്ടിലേക്ക്, ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക്, യമനിലേക്ക് പുറപ്പെടുകയുണ്ടായ വാർത്ത നിങ്ങൾക്കറിയാം. അതുപോലെ ലോകത്തിൻ്റെ ഏത് മുക്കിൽ മൂലയിൽ പലയിടങ്ങളിലും പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ അതിർത്തിയിലാണ് കൂട്ടരെ നിങ്ങളിരിക്കുന്ന മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ വന്നതായ വേളയിൽ നബി കയറിയതായ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങൂ എന്ന് മദീന നാട്ടുകാരായ നേതാക്കൾ, ഇസ്ലാം മതം വിശ്വസിച്ച, മുസ്അബിലൂടെയും അല്ലാതെയും വിശ്വസിച്ച നേതൃത്വങ്ങൾ കടിഞ്ഞാട് പിടിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ബുഖാരിയിൽ കാണാം അല റഹ്ബി വസ്സഅ എന്ന് അവർ പറഞ്ഞ വാക്ക്. റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോളീൻ എന്തായിരുന്നു? പറയും പോലെ മറുപടിയിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇഷ്ടാനുസരണം എനിക്ക് നല്ല സൗകര്യമുള്ള സ്ഥലം നോക്കി ഇറങ്ങാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഒരു മഹാതത്വം നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ തത്വം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ ഒരു സെൻറ്റർ ആവശ്യമുണ്ട്. ആ സെൻറ്റർ മക്കയിൽ ഞാനുള്ള കാലഘട്ടത്തിൽ കാബയായിരുന്നു. ഇപ്പോൾ ആ കാബയോട് തൊട്ട് നിൽക്കുന്ന വേറൊരു സെൻറ്റർ ആവശ്യമുണ്ട്. ആ സെൻറ്റർ സ്ഥാപിക്കേണ്ടത്, തീരുമാനിക്കുന്നത് ഞാൻ കയറിയ വാഹനമാണ്. അതുകൊണ്ട് ഞാൻ കയറിയ വാഹനം എവിടെ മുട്ടുകുത്തുന്നുവോ അവിടെ മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ. പ്ലാനിട്ട ഇലാഹി പരിപാടി, അർശിൻ്റെ മീതെ നിന്ന് ഇലാഹിൻ്റെ പരിപാടി അനുസരിച്ച്, ഇലാഹിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടുള്ള യാത്രയായിരുന്നു അത്.
അങ്ങനെയുള്ള യാത്രയിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതായ വേളയിൽ ആ പള്ളി കെട്ടി ആ പ്രയാസപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞതായ പദ്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കാം. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാറ വൽ മുഹാജിറ. എന്താണ് കിട്ടുന്നത്? കാലിക്കറ്റിൽ പള്ളിയല്ല, പിന്നെയോ ലോക മുസ്ലിങ്ങൾക്കുള്ള സ്വർഗത്തോപ്പ്. ലോക മുസ്ലിങ്ങൾക്കുള്ള സ്വർഗത്തോപ്പ് അഥവാ ലോക മുസ്ലിങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാധ്യമം മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയിൽ ഇറങ്ങിയതായ തത്വവുമായിട്ട് അവർ ജീവിച്ചില്ലെങ്കിൽ അവർക്ക് സ്വർഗമില്ല. അവർക്ക് സ്വർഗം വേണമെങ്കിൽ മദീനയിൽ വരട്ടെ, വരാതിരിക്കട്ടെ, മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് ലോകം പഠിച്ച തത്വം പഠിക്കണം. അവിടെ പഠിപ്പിക്കപ്പെട്ടത് ആദർശം, തൗഹീദ്, ഏകദൈവ വിശ്വാസം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, ആരാധന അള്ളാഹ്ക്ക് മാത്രം, ജീവിതം അള്ളാഹ്ക്ക് മാത്രം, മരണം അള്ളാഹ്ക്ക് മാത്രം എന്ന ആ വജ്ഹത്തുവിൻ്റെ തത്വമായിരുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ്റെ തത്വമായിരുന്നു. അതുകൊണ്ട് ഫാത്തിഹ മക്കയിലും ഇറങ്ങി മദീനയിലും ഇറങ്ങി നിങ്ങൾ കേട്ട് പഠിച്ചതുപോലെ ഒരു അത് തന്നെയാണ് നിങ്ങൾ ചൊല്ലിയതായ തൽബിയത്തിൽ ഉൾക്കൊള്ളുന്ന തത്വം. നിങ്ങൾ ചൊല്ലിയ തൽബിയത്ത് ഉണ്ടല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത്, ആ തത്വം അത് അവിടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ വന്ന ശേഷമോ സുബ്ഹാനല്ലാഹ് നീണ്ട കഥകൾ നിങ്ങൾ പഠിച്ചതായിരിക്കാം. ഒന്ന് നമ്മുടെ സഹോദരിമാരെ ആലോചിച്ച് നോക്കുക. അക്കാണുന്ന ഇപ്പോൾ പച്ചക്കുബ്ബയുള്ള റസൂൽ വഫാത്തായിട്ട് 800 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഖാലഊനു സാലിഹിയ എന്നൊരു രാജാവ് അവിടെ പച്ചക്കുബ്ബ സ്ഥാപിച്ചത്. അത് മുമ്പ് ഹലീറയായിട്ട് ഇങ്ങനെ മതിൽക്കെട്ടായി നിൽക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് ഉള്ളതായ വീടുകൾ എന്താണത്? ലോക മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റി. അതെ, ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. അല്ലയോ റസൂലുള്ളാഹിയുടെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാരോടാണ് വിളി. നിങ്ങൾ അവിടെ വെച്ചിട്ട് പഠിക്കുക, സ്മരിക്കുക, ഓതുക. എന്ത്? അവിടെ ഇറങ്ങിയ വഹി, അവിടെ ഇറങ്ങിയ ഖുർആൻ, അവിടെ ഇറങ്ങിയ സുന്നത്ത്. ലോകനേതാക്കൾക്ക്, ഖലീഫമാർക്കടക്കം ജഡ്ജിമാരുടെ സ്ഥാനത്ത്, ഖാദിമാരുടെ സ്ഥാനത്ത് വർക്ക് ചെയ്യുകയായിരുന്നു നബി വഫാത്തായ ശേഷം ആ വീട്ടുകാരികൾ. ആര്? ആയിഷ, ഹഫ്സ, ഉമ്മു സലമ, സൈനബ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായി വാർത്തെടുത്തതായിരുന്നു, അതിന് വേണ്ടി സെലക്ട് ചെയ്തതായിരുന്നു. എന്തിന് ആയിഷ എന്ന് ഓറിയന്റലിസ്റ്റുകാർ ചോദിക്കും. എന്താ അപ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടിയെ മുഹമ്മദ് കെട്ടേണ്ട ആവശ്യം? മുഹമ്മദിന് ഇത്ര വയസ്സല്ലേ എന്നൊക്കെ ചോദിക്കും അലൈഹിസ്സലാം. അവരറിയാമോ ഈ ആയിഷ എന്താ ചെയ്തത് ലോകത്തിൻ്റെ മുമ്പിൽ? സാധാരണ സ്ത്രീകളും ആയിഷയുമായുള്ള വ്യത്യാസം, അറബികളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അവരിഷ്ടപ്പെടുന്നതായ ഒരു ഭക്ഷണത്തിൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഭക്ഷണവും മറ്റു ഭക്ഷണവുമായുള്ള വ്യത്യാസം പോലെയാണ് എന്ന്. വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ലോകം കണ്ടവരിൽ നിങ്ങൾ കാണുന്ന നാട്ടിൽ ജീവിച്ചു പോയവർ, അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പെണ്ണ്, കറുത്ത പെണ്ണ്, നീഗ്രോ ആണ്. നോക്കൂ, അവർക്കുണ്ടായ മതത്തിലുള്ള വികാരം, അവർ ഈ ഖുർആനിലും സുന്നത്തിലും ഇറങ്ങിയതായ തത്വങ്ങൾ നടപ്പാക്കുന്നതിനുള്ള വികാരം, ആവേശവും ഉന്മേഷവും. നാമും നമ്മുടെ സ്ത്രീകളും ഒരു ചെറിയൊരു താരതമ്യ പഠനം ഒന്ന് നടത്തി നോക്കുക. പെണ്ണ് വന്നിട്ട് റസൂലോട് പറയും, നിങ്ങൾ കേട്ടിരിക്കാം, ബുഖാരിയിലാണ് സംഭവം, റസൂലേ എനിക്ക് അപസ്മാര രോഗമുണ്ട്, നിങ്ങൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ രോഗം മാറും, പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട്. ആ സഹോദരി പറഞ്ഞു, വേണ്ട 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 വേണ്ട, എനിക്ക് സ്വർഗം വേണം, ഞാൻ ക്ഷമിച്ചോളാം. അവർക്ക് വേണ്ടത് സ്വർഗമാണ്, നമുക്ക് വേണ്ട സ്വർഗം. നമുക്ക് വേണ്ട സ്വർഗം, അതെ വേണം, ഞാൻ ക്ഷമിച്ചോളാം എന്നാ പറഞ്ഞത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എൻ്റെ രോഗം മാറാൻ. നോക്കൂ, ആ സഹോദരിക്ക് പിന്നെ പറയാനുണ്ടായത് എന്തായിരുന്നു? സുബ്ഹാനല്ലാഹ്. നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് കേൾക്കേണ്ട ഭാഗമാണത്. ആ സഹോദരിക്ക് പറയാനുണ്ടായത്, അല്ലാഹ് ഖുർആനിൽ ഇറക്കിയതായ ആയത്തിൽ സ്ത്രീകളോട് മറക്കാൻ പറയേണ്ടതായ ഭാഗങ്ങളിൽ നിന്നിട്ട് ഔറത്തുണ്ടല്ലോ, അന്യപുരുഷന്മാർ കാണാത്ത ഭാഗങ്ങൾ, അത് എനിക്ക് അപസ്മാര രോഗമുണ്ടാകുമ്പോൾ പ്രകടമായി പോകാറുണ്ട്. അങ്ങനെയുള്ള ഔറത്ത് പ്രകടമാകുന്ന ഗതികേടിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി റസൂല് പ്രാർത്ഥിക്കണം. അതാ ചോദിക്കാനുണ്ടായത്. എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം വേണം എന്നാവശ്യപ്പെട്ട പെണ്ണ് അവിടെ ചോദിച്ചത് എന്താണ്? ആ സ്വർഗം കിട്ടാൻ അനിവാര്യമായ പർദ്ദയ്ക്ക് വിപരീതമായ പർദ്ദ വലിച്ചെറിയുന്ന പദ്ധതി അത് എൻ്റെ ഈ അപസ്മാര രോഗത്തിലൂടെ ഉണ്ടാവരുത്. എനിക്ക് ആ രോഗം ബാധിച്ചുകൊണ്ട് ഞാൻ നിലം പതിക്കുമ്പോൾ എൻ്റെ ഔറത്ത് പ്രകടമായി പോകരുത്, അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത ഭാഗം കാണുന്ന ഗതികേട് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കൂ, അതാണ് ഈ മദീന പഠിപ്പിക്കുന്ന ചെറിയ ചില്ലറ പാഠങ്ങൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച അതേ മെഹ്റാബ് ആ സ്ഥലം, അതേ സ്ഥലത്ത് തന്നെ ഉമറുൽ ഖത്താബ് നമസ്കരിക്കുമ്പോഴാണല്ലോ അവർക്ക് കുത്തേറ്റത് അല്ലേ? അതറിയാത്തവർ നിങ്ങൾ കൂട്ടത്തിലില്ല. അതെ, ഉമർ സാധാരണ മിമ്പറിൻ്റെ മീതെ കയറി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് സഹീൽ കാണുന്നുണ്ട്. എന്ത്? റസൂലേ, അള്ളാഹുവേ എന്നെ നീ എന്ത് ചെയ്യണം? മദീനയിൽ മരിപ്പിക്കണം, പിന്നെയോ ഷഹീദായി മരിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ രണ്ടും ഒക്കാന്ന്. ഇത് ഷഹീദായി മരിക്കൽ പോർക്കളത്തിലല്ലേ? ചിലപ്പോൾ പോർക്കളം പുറത്താവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ പോർക്കളത്തിൽ മരിക്കുക, മദീനയിൽ മരിക്കുക, രണ്ടെങ്ങനെ ഒരുമിച്ച് കൂടാന്ന്. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അടിമകളെ, അള്ളാഹിൻ്റെ ദാസന്മാരെ അവർക്ക് ചോദിച്ചതിനേക്കാളും കൂടുതലാണ് കൊടുക്കുക. ഉമറുൽ ഖത്താബിൻ്റെ പ്രാർത്ഥന മദീനയിൽ മരിക്കണമെന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മദീനയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലമാകുന്ന മദീനയിലുള്ള സ്വർഗത്തോപ്പിൽ, എവിടെയാണ് മദീനയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം? അത് സ്വർഗത്തോപ്പാണ്. ആ സ്വർഗത്തോപ്പിൽ മരിക്കാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? പിന്നെയോ ഷഹീദായിട്ട് തന്നെ മരിപ്പിക്കാൻ തീരുമാനിച്ചു. ലോകം കണ്ടതാണത്. പക്ഷേ ആ കുത്തേറ്റ് വീണതായ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യങ്ങൾ, എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു? വയറ് കീറി, കുടൽ പുറത്തായി. ഡോക്ടർമാർ പറഞ്ഞു, അന്നത്തെ ഡോക്ടർമാർ, കുടിക്കുമ്പോൾ പാല് പുറത്തു വരാണ്, ജീവിക്കൂല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട ഉമർ ചോദിക്കുന്നു മകനോട്, എന്നെ പൊക്കിയിരുത്തു, ഞാൻ തുടങ്ങി വെച്ച നമസ്കാരം പൂർത്തിയാക്കട്ടെ. എന്താ തുടങ്ങി വെച്ച നിസ്കാരം? സുബഹി നിസ്കാരമാണ്. അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുത്തേറ്റപ്പോൾ എന്ത് ചെയ്തു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ഉമർ ചികിത്സക്ക് അവിടെ ഇരുന്നു. അങ്ങനെയുള്ള ഉമർ പറയുന്നു, എന്നെ ഒന്ന് കയറ്റിയിരുത്തു, ഞാനൊന്ന് നിസ്കാരം പൂർത്തിയാക്കട്ടെ. സുബ്ഹാനല്ലാഹ് പറയുകയാണ്, വല്ലാഹി ലാ ഇസ്ലാമ ലിമൻ ലാ സലാത്ത ലഹു, നമസ്കാരമില്ലാത്തവന് ദീനില്ല, നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. പച്ച മലയാളത്തിൽ വല്ലാഹി അള്ളാഹനെ തന്നെയാണ് സത്യം, നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. 3 തവണ മടക്കി പറഞ്ഞു എന്നാണ്. അങ്ങനെ ഉമർ കുത്തേറ്റുകൊണ്ട് ചോര മരണത്തോട് മല്ലിടുന്ന വേളയിൽ ഒരു യുവാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ വലിക്കുകയാണ് അദ്ദേഹം ധരിച്ച വസ്ത്രം. സഹീലാണ്, ഇതൊക്കെ കെട്ടുകഥയൊന്നുമല്ല. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കുകയാണ് ആ നീതിമാനായ നേതാവ് എന്ന് ലോകം അംഗീകരിച്ച ഉമർ. ആ കുട്ടിയെ നോക്കിയിട്ട് പറയാണ്, ഇർഫഅ സൗബക ഫഇന്നഹു അൻഖാ ലിസൗബിക വഅത്ഖാ ലിറബ്ബിക. യുവാവേ, നീ ആ തുണി അല്പം പൊക്കി ധരിക്കുക, അത് നിന്റെ വസ്ത്രം ക്ലിയർ ആവാനും ഉത്തമമാണ്, നിന്റെ ആത്മ ക്ലിയറിനും ഉത്തമമാണ്, നീ നല്ല മുത്തഖിയായി മാറാൻ നല്ലതാണ്, റസൂലുള്ളാഹിന്റെ കൽപ്പന പാലിക്കൽ കൂടി അതിൽ വരുന്നുണ്ട് എന്ന്. അവിടെ ഒന്നും ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല എന്ന് പഠിച്ച ഉമർ, ബുദ്ധിയിൽ അതിബുദ്ധിശാലിയായ ഉമർ എവിടെയെങ്കിലും ബുദ്ധിക്ക് വിപരീതമായി പോകുമോ എന്ന് അവിടെ മക്കയിൽ വെച്ചിട്ട് ഖലീഫയായ ശേഷം തവാഫ് ചെയ്യാൻ പോയ ഉമർ, വളരെ ബുദ്ധിമാനായ ഉമർ, ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹത്തിന് തോന്നി, ബുദ്ധിപൂജകന്മാരും യുക്തിവാദികളും പിൻകാലഘട്ടത്തിൽ വന്നാൽ എന്തിനാ ഇവർ കല്ല് പൂജിക്കുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ആ കല്ലിന് നോക്കി പറയുന്നു, കല്ല്, എനക്കറിയാം നീ ഒരു സാധാരണ കല്ലാണ്, നിനക്ക് നന്മയോ തിന്മയോ ചെയ്യാൻ സാധിക്കയില്ല, നിനക്ക് ഉറപ്പുണ്ട്. പക്ഷേ ലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക മാ ഖബ്ബൽതുക അബദാ, എൻ്റെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നിന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചുംബിക്കുകയില്ലായിരുന്നേനേ. ഇവിടെ പ്രശ്നം എന്തല്ല, കല്ലോ മണ്ണോ എന്നതല്ല പ്രശ്നം, എൻ്റെ നേതൃത്വം എന്ത് കാട്ടി എന്നതാണ്. നേതൃത്വം കാട്ടിയത് ഞാൻ കാട്ടും. തടി വെച്ചാൽ വെക്കും, വസ്ത്രം പൊക്കിയാൽ പൊക്കും, ചുംബിച്ചാൽ ചുംബിക്കും, കുടിച്ചാൽ കുടിക്കും, കറങ്ങിയാൽ കറങ്ങും, ഓടിയാൽ ഓടും, എറിഞ്ഞാൽ എറിയും, എന്ത് കാട്ടിയാൽ അങ്ങനെ തന്നെ ഞാൻ കാട്ടും. കാരണം അവർ ചെയ്യും പോലെ ചെയ്തില്ലെങ്കിൽ അവിടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് ചോദിച്ചത് ചെയ്യാം, അല്ലാത്ത തള്ളാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അവർ പോയ സ്വർഗത്തിൽ എനിക്ക് സുഹബത്ത് കിട്ടുക തന്നെയില്ല, പോകാൻ സാധിക്കുക തന്നെയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ച തത്വമാണ്. അത് ഉമർ മനസ്സിലാക്കി. അത് ആ ഉമറാണ് അവിടെ തുണി പൊക്കാൻ പറയുന്നത്. ഇങ്ങനെയുള്ള മഹാസംഭവങ്ങൾക്ക് ദൃസാക്ഷിയായ നാട്ടിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവരെ, നിങ്ങൾ പഠിക്കേണ്ട മെയിൻ പാഠം അതെന്താണ്? നാം എപ്പോഴും ഈ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയും അപ്രകാരം അതിനു മുമ്പ് ഖുർആനിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്കിശക്കില്ലാതെ വസല്ലിമൂ തസ്ലീമ, വസല്ലിമൂ തസ്ലീമ, അള്ളാഹിൻ്റെ തത്വമാണ്, അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അവർ കീഴടങ്ങട്ടെ എൻ്റെ വിധിയുടെ മുമ്പിൽ, എൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞു എന്ന് കേട്ടാൽ, എൻ്റെ ദൂതർ പറഞ്ഞു എന്ന് കേട്ടാൽ, എന്തുകൊണ്ട് എൻ്റെ ദൂതർ പറയുന്നത് മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ അനുസരിക്കൽ അള്ളാഹിനെ അനുസരിക്കലാണ്.
റസൂൽ അനുസരിക്കൽ അള്ളാഹനുസരിക്കലാണ്. ഇഷ്ടാനുസരണം മുഹമ്മദ് സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ഞാൻ ഇറക്കി കൊടുക്കുന്ന വഹി മാത്രമാണ് അദ്ദേഹം സംസാരിക്കുക ദീനിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയാറുണ്ട്, വ്യക്തമായ നിയമത്തിന് മുമ്പിൽ ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് നടന്നതായ മഹാപ്രയാസം. റസൂലോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എപ്പോഴൊക്കെ സംഭവിച്ചു? റസൂൽ പറഞ്ഞു, ഒന്ന് മക്കക്കാർ റസൂലുള്ളാഹിയെ വെടിഞ്ഞു. റസൂലുള്ളാഹിൻ്റെ കണ്ണിലുണ്ണിയായ ഖദീജ മരിച്ചു റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായിട്ട് ജ്യേഷ്ഠൻ അനുജൻ എളാപ്പാക്ക് വാപ്പ എല്ലാമായിട്ട് 40 കൊല്ലത്തോളം ജീവിച്ച അബൂ താലിബും മരിച്ചു. അതോടുകൂടി മക്കക്കാർ മനസ്സിലാക്കി, ഇനി നന്നായി മുഹമ്മദിനെ പാഠം പഠിപ്പിക്കാൻ നമുക്ക് ചാൻസ് കിട്ടി, മുഹമ്മദിനെ കഥ കഴിക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയെന്നവർക്ക് തോന്നിപ്പോയി. അള്ളാഹുവിൻ്റെ ദൂതരെ അല്ല വിടില്ലല്ലോ. വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. നമ്മുടെ വാക്ക് പണ്ട് തന്നെ വിട്ടുകടന്നതാണ്. പണ്ട് തന്നെ അസലിയായ തീരുമാനത്തിൽ നാം തീരുമാനിച്ചതാണ്, നമ്മുടെ മുർസലുകളായിരിക്കും വിജയിക്കുക. നാം ഇവിടെ നിയോഗിച്ചയച്ച മുർസലുകൾ വിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹ് അവരുടെ കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള ദൂതർ തായിഫിലേക്ക്, പക്ഷേ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആരും നിങ്ങൾ ഈ കേൾക്കുന്നതും നിങ്ങൾ ക്ലാസ്സിലൂടെ കേട്ടതും നിങ്ങൾ പണ്ഡിതന്മാരുടെ പഠിച്ചതുമായ ആദർശം സ്വന്തം പെറ്റ ഉമ്മയോട് പറയുമ്പോൾ ചിലപ്പോൾ ഉമ്മാക്ക് കൊള്ളൂല, കയറൂല. നമുക്ക് അനുഭവമാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലിന് സംഭവിച്ചത് അതാണ്. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ കൂടിയാ. എന്നിട്ട് വളരെ ദൂരബന്ധമുള്ളതായ ഒരു ബനൂ സഖീഫ് ഗോത്രക്കാർ തായിഫിലുണ്ട്. അവരെ പോയി കണ്ടു നോക്കാമെന്ന് റസൂലിന് തോന്നി. അങ്ങനെ റസൂൽ അവിടേക്ക് പോയപ്പോൾ അവിടുത്തെ റോഡ് തെണ്ടികളെ കൊണ്ട് എന്ത് ചെയ്തു? മലിന വസ്തുക്കളും ചെരുപ്പുകളും പോലത്തതൊക്കെ ആ നാട്ടുകാർ എറിയിപ്പിച്ചു. അതെ, അത് നാട്ടു നേതാക്കൾ എറിയാൻ പറഞ്ഞു. റസൂലുള്ള പറയുന്നു, ഖർനത്ത് ഹാലിബിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഏറുകൊള്ളാൻ എവിടുന്നോ കൊള്ളാൻ ആരംഭിച്ചതാണ്. ആ ഏറ് കൊണ്ട് അവസാനം ഞാൻ നിലം പതിച്ച് ബോധശിയായിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ പിന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള സംഭവമായിരിക്കാം. ജിബ്രീൽ വന്നിട്ട് എന്ത് വേണം പറഞ്ഞാൽ മതി, സൂചന നൽകിയാൽ മതി. ഈ എൻ്റെ ബാക്കിൽ നിൽക്കുന്നവർ ഈ പർവ്വതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന മലക്കുകളാണ്. നിങ്ങളുടെ സൂചന കിട്ടിയാൽ ഇവരുടെ ഖബറാക്കി മാറ്റാൻ അവർ തയ്യാറുണ്ട്. റസൂലിൻ്റെ മറുപടി പറയും പോലെ, ഞാനിവിടെ നശീകരണത്തിന് വേണ്ടി വന്ന ആളല്ല, ഞാനിവിടെ പുരോഗതിക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പുനരുദ്ധാരണത്തിന് വേണ്ടി വന്ന നേതൃത്വമാണ്. അതുകൊണ്ട് ഇവരുടെ മക്കൾ എന്നിട്ട് സന്തതികൾ എന്നിട്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലുന്ന വ്യക്തികൾ ഉണ്ടാവട്ടെ. അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ വരവേൽപ്പ് കൊണ്ടുള്ള ഉദ്ദേശം. എന്നാൽ അത് ജനങ്ങൾ മരിച്ചു കിട്ടലല്ല. സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ട പ്രയാസം പറയേണ്ടതില്ലല്ലോ. ഇത് അന്നഹു യളീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് എനിക്കറിയാം റസൂലേ എന്ന് അല്ലാഹ് തന്നെ ഖുർആൻ പറയണമെങ്കിൽ റസൂലുള്ളാഹിൻ്റെ പ്രയാസം എത്രയായിരിക്കും ഉണ്ടായിരിക്കുക ആ കാലഘട്ടത്തിൽ, ആ യുഗത്തിൽ. അങ്ങനെയുള്ള ദൂതർ പറയുന്ന എനിക്ക് പിന്നെയും ഉണ്ടായ പ്രയാസം എവിടെ? ഏറ്റവും വലിയ പ്രയാസം ഉഹദ് പോർക്കളത്തിൽ. റസൂലുള്ളാഹ് നിങ്ങൾ കണ്ട മിനയിൽ വെച്ചിട്ട് 3 രാത്രിയിലൂടെ നടന്നതായ ഉടമ്പടി അൻസാറുകളോട് ബൈഅത്ത് ചെയ്തു. വന്നോളീൻ. അവിടെ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അവിടെ വന്നിട്ട് നിങ്ങൾ എൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയാൽ, യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വാഗ്ദാനം ചെയ്തു മിനയിൽ വെച്ചിട്ട്, നിങ്ങൾ കണ്ട മക്കയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എൻ്റെ സഹാബാക്കളെ എന്ന്. അതേ, ആ വാഗ്ദാനം ചെയ്തപ്പോൾ അവർ ബൈഅത്തുൻ നിസാ എന്ന് ചരിത്രത്തിന് പേര് വെക്കപ്പെട്ടു. സ്വന്തം അഭിമാനത്തെ, സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിക്കുമെന്ന് ഒപ്പിട്ടു. അവിടെ ബൈഅത്ത് ചെയ്തു, ഉടമ്പടി ചെയ്തു. അങ്ങനെ ഉടമ്പടി ചെയ്ത സഹാബാക്കൾ മദീനയിലേക്ക് എത്തി. പോരാട്ടങ്ങൾ ആരംഭിച്ചു. 2-ാം കൊല്ലമായപ്പോൾ കോലം മാറി. മക്കയിൽ സുരക്ഷിതത്തോടു കൂടി ജീവിച്ചതല്ല താനും. അവിടെ ഒരു ശത്രുവിനോടാണ് മല്ലിട്ടത്. ഇവിടെ എത്തിയപ്പോൾ 3 ശത്രു. അവിടെ കാഫിരീങ്ങൾ മാത്രം. ഇവിടെ കാഫിരീങ്ങൾ, മുനാഫിക്കീങ്ങൾ, ജൂതന്മാരും 3 ശത്രുക്കൾ.
എല്ലാറ്റിനോട് നേരിടേണ്ടി വന്ന രംഗത്തിൽ പ്രയാസത്തോട് പ്രയാസം. ഇനി അവിടുന്നും കൂടി ഇവിടേക്ക് വന്നുകൊണ്ട് പ്രയാസമുണ്ടാക്കിയാലോ എന്നതറിയുന്ന റബ്ബ് അവിടുന്ന് ഓർഡർ പുറപ്പെടുവിക്കുന്നു. ഇതുവരെ നിങ്ങൾ കല്ലേറ് കൊണ്ടതായിരുന്നു, അങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടില്ല. ഇതുവരെ നിങ്ങൾ ശകാരം കേട്ടതായിരുന്നു, അങ്ങോട്ട് ശകാരിച്ചിട്ടില്ല. ഇതുവരെ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നു, അതിന് പ്രതിരോധം വകുപ്പ് വരെ നിങ്ങൾക്കുണ്ടാക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ മദീനയിൽ 2ാമത്തെ വർഷത്തിൽ റസൂൽ എത്തിയ ശേഷം ഓർഡർ വരികയാണ്, പോരാടിക്കോളീൻ, യുദ്ധം ചെയ്തോളീൻ, ആയുധം പെറിക്കോളീൻ. ഈ കൽപ്പന കിട്ടിയ 2ാമത്തെ വർഷത്തിലാണ് ഇസ്ലാമിൻ്റെ ആദ്യ യുദ്ധം നടന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ബദർ യുദ്ധം ഇവിടുന്ന് 150 കിലോമീറ്റർ അകലെയാണ് ബദർ പോർക്കളം. അവിടേക്ക് റസൂലും സഹാബത്തും പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, പോയി കിട്ടണമെന്ന് നിർബന്ധമുണ്ടായ സഅദ് ഇബ്നു അബി വഖാസിൻ്റെ സഹോദരൻ്റെ പേരെന്താണ്? ഉമൈർ ഇബ്നു വഖാസ്. നിങ്ങൾ ബദർ പോർക്കളത്തിലേക്ക് പോകുന്നവർക്ക് കാണാൻ സാധിക്കും, അവിടെ വലിയൊരു ബോർഡ്. ആ ബോർഡിൽ 14 പേര് ഷഹീദായവരുടെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. 14 ആൾ. അതിൽ ഒരു കുട്ടിയുടെ പേരും കാണാം. 17ഓ 16ഓ മാത്രം വയസ്സ്. നെറ്റുകളുടെയും ചവറ്റുകൊട്ടകളുടെയും ഡിഷുകളുടെയും ഫേസ്ബുക്കുകളുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് ജീവിത ലക്ഷ്യം അറിയാതെ ജീവിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന തലമുറകളുടെ മുമ്പിലാണ് നാം ഇപ്പോൾ. അങ്ങനെയുള്ള കാലത്ത് നമുക്ക് മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലത്തെ 23കാരനും ഉമൈർ ഇബ്നു അബി വഖാസിനെ പോലത്തതായ 17കാരനും പാഠമാണ്. അവർക്കും പാഠം, നമുക്കും പാഠം. അദ്ദേഹം ഇത് മദീനയിൽ നിന്നിട്ട് പുറപ്പാട് നടന്നപ്പോൾ കരഞ്ഞു എന്നാണ്. റസൂല് ചോദിച്ചു, നിങ്ങളുടെ അനുജൻ എന്തിനാണ് കരയുന്നത് എന്ന്. പറയപ്പെട്ടു, അനുജൻ വയസ്സ് കൂടുതലല്ലാത്തത് കൊണ്ട്, ചെറിയ വയസ്സായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് പോകുമോ എന്നത് പേടിച്ച് കരയാണ്. എന്ത്? യുദ്ധത്തിന് പോകുന്നതിന് തടസ്സം വന്നു പോകുമോ വയസ്സ് എന്ന്. അപ്പോൾ വയസ്സ് ചോദിക്കപ്പെട്ടപ്പോൾ 15-ൽ കൂടുതലാണെന്ന് കേട്ടപ്പോൾ റസൂൽ പോകാൻ അനുവദിച്ചു. അങ്ങനെ പുറപ്പെട്ട ഉമൈർ ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ 14 പേരുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ഉമൈർ ഇബ്നു അബി വഖാസിന്റെ പേരുണ്ട് കൂട്ടരെ. ബദരീങ്ങളിൽ അള്ളാഹ് ശിക്ഷിച്ച ശിക്ഷികളിൽ ഏറ്റവും ഉത്തമർ അവർ ആരാണ്? നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമർ ആരാണ്? സഹാബാക്കളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ബദരീങ്ങൾ. ആയുധധാരികളല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയവർ. ആയുധധാരികളല്ല യുദ്ധം ചെയ്യാൻ വേണ്ടി പോകും ആരെങ്കിലും? ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ അള്ളാഹിൻ്റെ തീരുമാനം പോയി. തെരഞ്ഞെടുത്തു, അള്ളാഹിൻ്റെ തീരുമാനത്തിന് കീഴടങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യുദ്ധങ്ങൾ തുടരുന്നു. ഉഹദ് പോർക്കളത്തിലേക്ക് എത്തിയപ്പോൾ മഹാപരീക്ഷണം. സിജാൽ എന്ന് അബൂ സുഫിയാൻ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ മാതിരി, ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന യുദ്ധം സിജാലാണ്. ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കുമെന്ന്. അത് ഇസ്ലാമിൻ്റെ ഇതിൽപ്പെട്ടതാണ്. ഇപ്പോൾ കാണുന്നില്ലേ സിറിയയിൽ എന്ത് നടക്കുന്നു? ഇപ്പോൾ കാണുന്നില്ലേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിൽ എവിടെ എന്ത് നടക്കുന്നു? ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ അയൽരാഷ്ട്രത്തിൽ എന്ത് നടക്കുന്നു? ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ എന്താണ് ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിട്ടുള്ളത്? ഖബർ പൂജയോ സന്തൽ പോക്കുകളോ ആനപ്പോക്കുകളോ ജന്മദിനാഘോഷങ്ങളോ മരണദിനാഘോഷങ്ങളോ ദീനുമായി ഒരു ബന്ധമില്ലാത്ത, റസൂൽ പഠിപ്പിക്കാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, താബിയങ്ങൾ കാട്ടാത്ത, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളായ 4 ഇമാമിങ്ങളും എഴുതിപ്പോകാത്ത, പറഞ്ഞു പോകാത്ത കാര്യങ്ങളാണ് ദീനായി കാണുന്നത് ലോകത്തിൽ പലയിടങ്ങളിലും. അല്ലേ? ദീനിൻ്റെ പേരിൽ ദീനിനെ തകർത്തുന്ന യുഗം, ദീനിൻ്റെ പേരിൽ ദീനിനെ തകർത്തുന്ന സമൂഹം. പച്ചയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളൊരു പക്ഷേ ചോദിക്കും, ഇയാളെന്താ എത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നു? എനിക്ക് നിങ്ങളെ കിട്ടുന്നൊരു ചാൻസാണ്. ഇനി നിങ്ങൾ കിട്ടിക്കോളുന്നില്ല, അല്ലാഹു അഅലം. ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാ ഞാനുണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ നിങ്ങൾ ബേജാറാണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിനയിൽ വെച്ചിട്ട്, ഇങ്ങനത്തെ സംഭവമാണ്, ഞാൻ കൂടുതൽ കിട്ടൂല, മിനയിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്ത മിന മക്ക, മിന, മദീന, ഇതൊക്കെ മീമ് കൊണ്ട് തുടങ്ങുന്നതാണ്. മുഹമ്മദ് മീമ് കൊണ്ട് തുടങ്ങുന്നതാണ്. പ്രത്യേകതകളുണ്ടല്ലോ കേട്ടോ. ആ ധ്വനികൾ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾ എന്നിട്ട് ആരോ മരുന്നിൻ്റെ പേരാണെന്ന് പറഞ്ഞ കാലം വിട്ട് കടന്നിട്ടുണ്ട്. മരുന്നിൻ്റെ പേരാണെന്ന് അത്ര വരെ എന്താ അബൂബക്കർ എന്നറിയാത്ത. അതേസമയത്ത് ഇത് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആൾ ആരാണ് ലോകത്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി. അയാളുടെ ഹിസ്റ്ററി വരെ, അയാൾ എവിടെ ജനിച്ചു, എവിടെ ജീവിക്കുന്നു എന്ന് നമ്മുടെ കുട്ടികൾ നിന്നിട്ട് പെട്ടെന്ന് മറുപടി കിട്ടും.
അങ്ങനെയുള്ള യുഗത്തിലാണ്. അപ്പോൾ പഠിക്കണം, പഠിപ്പിക്കണം. ഈ നാട്ടിൽ നമ്മുടെ നേതാക്കൾ മക്കളെ എങ്ങനെ വളർത്തിയതെന്ന് പഠിക്കണം. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഇനിയെങ്കിലും മദീനയിലേക്ക് പോയ ആളാണ് ഞാൻ എന്നത് തോന്നണം മക്കൾക്ക്. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ പ്രവർത്തനം കാണുമ്പോൾ, നിങ്ങൾ സ്വയംസ്കരിക്കാൻ അവരെ ഉണർത്തുന്നത് കാണുമ്പോൾ, നിങ്ങൾ അവരെ ഓരോ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുപോകുന്ന കാണുമ്പോൾ, അല്ലാഹ് ഖുർആനിൽ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി നീ കൽപ്പിക്കണം. എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ മാത്രം പോരാ, കൽപ്പിച്ച ശേഷം ആ കൽപ്പന അവർ നടപ്പാക്കിയോ ഇല്ലേ എന്നത് പരിശോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിനക്ക് പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് നീ കൽപ്പിക്കലോട് കൂടി അത് നിസ്കരിച്ച് കിട്ടാൻ, നിന്റെ കുട്ടി നടപ്പാക്കി കിട്ടാൻ, നിന്റെ ഭാര്യ നമസ്കാരം നടപ്പാക്കി കിട്ടാൻ, നിന്റെ പെൺകുട്ടികൾ നമസ്കാരം നടപ്പാക്കി കിട്ടാൻ നീ ക്ഷമ കൈകൊള്ളുകയും വേണം. ലാ നസ്അലുക റിസ്ഖ, അവർക്ക് വേണ്ടി സമ്പാദിക്കാനല്ല നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്, അവർക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ല നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്. നീ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും നിനക്കും നിന്റെ വാപ്പാക്കും നിന്റെ മക്കൾക്കും എല്ലാം തീറ്റിക്കുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഏൽപ്പിക്കാനുള്ളത് എന്താണ്? വൽ ആഖിബത്തു ലിത്തഖ്വ, നീ നിസ്കരിക്കേണ്ടത് പോലെ നിസ്കരിച്ച്, നിന്റെ കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിച്ച്, നിന്റെ പരിസര നിസ്കാരക്കാരാക്കി മാറ്റി, അള്ളാഹനെ പ്രീതിപ്പെടുത്തി ജീവിച്ച് മുത്തഖിയായി മാറുക എന്നതിലൂടെ പരലോകം നേടി, പരലോക മോക്ഷം നേടി, പരലോകത്തിൽ സ്വർഗ്ഗം നേടി വിജയം കൈവരിക്കുക എന്നതാണ് കൂട്ടരെ യഥാർത്ഥ വിജയം. അവിടേക്കെത്താനാണ് ഇവിടെ ജീവിച്ചവർ പാടുപെട്ടത്. അതുകൊണ്ട് അവർക്ക് ദുനിയാവ് ഒരു വിലയല്ലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ കണ്ട മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വിജയത്തിൻ്റെ കാലഘട്ടം. റോമിലേക്കെത്തി നമ്മുടെ ഭരണകൂടം, പേർഷ്യയിലേക്കെത്തിയ നമ്മുടെ ഭരണകൂടം, റോമൻ ചക്രവർത്തിയുടെയും പേർഷ്യൻ ചക്രവർത്തിമാരുടെയും കൊട്ടാരത്തിലുണ്ടായതായ കിരീടങ്ങളും അവിടെയുള്ള സ്വർണ്ണങ്ങളും പവിഴങ്ങളുമായി വരുന്നു. മുസ്ലിം നേതൃത്വങ്ങൾ, മുസ്ലിം പട്ടാളം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ നോക്കുന്നു, കണ്ണുനീര് ധാരധാരാക്കി ഒലിക്കുകയാണ്. നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ഇവിടെ മേള നടക്കും, ഡാൻസ് നടക്കും, ആവേശയോഗം നടക്കും, ഉന്മേഷയോഗം നടക്കും, വിജയയോഗം നടക്കും, അല്ലെങ്കിൽ വിജയ സമ്മേളനം നടക്കും. അതല്ല ഇവിടെ നടക്കുന്നത്. കരയാണ്, പറയുകയാണ്, റബ്ബേ എൻ്റെ മുമ്പിൽ എൻ്റെ നേതൃത്വമായ മുഹമ്മദ് നബി വിട്ടുകടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഇങ്ങനെയുള്ള നിഅമത്ത് കൊണ്ട് നീ പരിശോധിച്ചിട്ടില്ല. സ്വർണ്ണങ്ങൾ, പവിഴങ്ങൾ, കിരീടങ്ങൾ, എത്ര വലിയ അഭിമാനമാണ്. ലോകത്തിൽ വൻ ശക്തികളായിട്ട് ഭൂമിയെ 2 or 3 ഓഹരി വെച്ച് ഭരിച്ച നേതൃത്വങ്ങൾ തകർന്നിട്ട് അവരുടെ അവകാശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കാഴ്ച ഉമർ കാണുമ്പോൾ കരയാണ്. ഇതിന് ഇങ്ങനെയുള്ള പരീക്ഷിക്കാൻ നീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിച്ചില്ല. അബൂബക്കർ വിട്ട് കടന്നു, അബൂബക്കറിനെ പരീക്ഷിച്ചില്ല. ഈ സാധുവിനെയാണ് ഉറപ്പേ നീ പരീക്ഷിക്കുന്നത്. ഇത്ര നിഅമത്തുകളെ കുറിച്ച് പരലോകത്തിൽ നീ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ കരയുമ്പോൾ മദീനത്തെ പള്ളി മുഴുക്കം പൊട്ടിക്കരയാൻ ആരംഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ സംഭവങ്ങളാണ് നമ്മുടെ നേതാക്കളെ മദീനയിൽ വിട്ടുകടന്നത്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ആ മഹാത്മാക്കൾ സ്ഥാപിച്ചതായ ആ സുന്നത്തിനെ, ആ ഖുർആനെ, ആദ്യം ആ ഖുർആനിനെ, ആ സുന്നത്തിനെ, ആ ചര്യയെ, ആ തത്വത്തെ, ആ ആദർശത്തെ നടപ്പാക്കുന്നതിന് മുമ്പിൽ വരുന്ന കരിഞ്ചന്തകൾ കാണുമ്പോൾ പോലും ഒരു പരിവർത്തനമോ ഒരു എലർജിയോ ഒരു പ്രയാസമോ ഉണ്ടാവാറില്ല. അവൻ ഹദീസ് നിശ്ചയിച്ചോട്ടെ, അവൻ ബുദ്ധിക്ക് ഉപയോഗിക്കുന്നത് സ്വീകരിച്ചോട്ടെ, അവൻ ബുദ്ധിക്ക് ഉപയോഗിക്കാത്ത തള്ളിക്കോട്ടെ, അതിലൊന്നും നമുക്കൊന്നും വരാൻ പോകുന്നില്ല എന്നതുപോലെ നമ്മൾ തൊള്ള കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനം അതാണ് കുറിക്കുന്നത്. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വാഗ്ദാനം പുലർത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ രംഗമാണ്, രംഗപ്രവേശനം നടത്തിയ കാഴ്ചയാണ് ലോകം കാണുന്നത്. റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ നേതൃത്വങ്ങൾ നിന്നിട്ട് പലരും വിട്ടുപിരിഞ്ഞു. പ്രയാസമായി. അവിടെ കിംവദന്തി നടന്നു, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തി നടന്നു. അതോടുകൂടി പല കൊള്ളുന്നവർ തന്നെ സ്ഥലം വിടാൻ ആരംഭിച്ചു. ഒന്നുമല്ല, ഉൾക്കൊള്ളാൻ പറ്റാത്തതായ ഷോക്കടിപ്പിക്കുന്ന ഒരു വാർത്തയാണത്. റസൂൽ അവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റസൂൽ പോയി നമ്മളെന്ത് കാട്ടും എന്നൊക്കെ ഒരു തോന്നിപ്പോയി അവർക്ക് പലർക്കും. പ്രശ്നം വളരെ പ്രയാസമായി. എത്രത്തോളം റസൂലുള്ളാഹിനെ ഇനി കൊന്നുകളയാമെന്ന് ശത്രുക്കൾക്ക് തോന്നി. ഇബ്നു ഖംഅയെ പോലെയുള്ള വിഡ്ഢികൾ അവരുടെ കുതിരകളുടെ മീതെ ചാടി വന്നുകൊണ്ട് അവിടെ നിന്ന് റസൂലുള്ളാഹിനെ വധിക്കാൻ പരിശ്രമിച്ചു. കൂട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, വെറും യുദ്ധത്തിന് വേണ്ടി പോയ സഹാബാക്കൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകൾ എന്നിട്ട് ചിലർ രംഗത്തിറങ്ങുന്നു. ഉമ്മു ഇമാറ, ഒരു പെണ്ണിൻ്റെ പേര്.
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആണുങ്ങൾ ഒരു പെണ്ണിലേക്ക് എത്തൂല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ. കവി പറഞ്ഞതുപോലെ നിസാഉ കമൻ ദകർനാ ലഫുദ്ദിലത്തിൻ നിസാഉ അലർ റിജാലി ഫമത്തഅനീസു ലിസ്മി ശംസി ഐബുൻ വലത്തദ്കീരി ഫഖ്റുൽ ലിൽ ഹിലാലി. പിന്നെ അർത്ഥം വെക്കാം സമയം കിട്ടാണെങ്കിൽ. പെണ്ണ് ഇതുപോലെയാണെങ്കിൽ എത്ര പുരുഷന്മാരെക്കാളും വലിയ സ്ഥാനമർഹിക്കുന്ന പെണ്ണ് ഉമ്മു ഇമാറ. റസൂലുള്ള ഇങ്ങനെ ഉമ്മു ഇമാറ 60ഓളം വയസ്സുള്ള വളരെ വയസ്സുള്ള പെണ്ണാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്ന ആയുധങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഒരു പെണ്ണ്. സുബ്ഹാനല്ലാഹ്. അവർ വന്നത് വെള്ളം കൂട്ടാൻ വേണ്ടിയാണ്, വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ്, ചികിത്സിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ പുരുഷന്മാരില്ലാതെയായി പോയി എന്ന് കണ്ടപ്പോൾ ആ പെണ്ണ് രംഗത്തിറങ്ങി. റസൂലിങ്ങനെ അവർക്ക് അടിയേറ്റപ്പോൾ, അവർക്ക് പ്രയാസമേറ്റപ്പോൾ അവരുടെ മുമ്പിലേക്ക് വരുന്നതായ ആ ശത്രുക്കളുടെ ആഞ്ഞടിക്കൽ കണ്ടപ്പോൾ റസൂൽ പറയുന്നു, നിങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനം, ആ യത്നങ്ങൾ ചെയ്യാൻ ആരെ കൊണ്ടടി സാധിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണാണിത്. എവിടെ നമ്മുടെ സ്ത്രീകൾ, എവിടെ നമ്മുടെ പെങ്ങന്മാർ, എവിടെ നമ്മുടെ ഉമ്മമാർ, എവിടെ ഇന്നത്തെ ഇസ്ലാമിക ശിക്ഷണം, എവിടെ ഇന്ന് ദീനുമായി ബന്ധം, എവിടെ ഇന്ന് ഇസ്ലാമിക ക്ലാസുമായി ബന്ധം, എവിടെ ഇന്ന് ഖുർആന്റെ പിന്നിൽ നടന്നുകൊണ്ട് പരലോകമോക്ഷം നേടണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതികൾ, എവിടെ അങ്ങനെയുള്ള സ്റ്റേജുകൾ കുറഞ്ഞു വരികയാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അതെ സഹോദര സഹോദരിമാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ അൻസാറുകൾ തിങ്ങിക്കൂടാൻ ആരംഭിച്ചു. റസൂലിന് ആയുധം വരാൻ ആരംഭിച്ചു എന്ന് കണ്ടപ്പോൾ റസൂലിലേക്ക് നെഞ്ചുകാട്ടി സ്വീകരിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു അൻസാരി ഷഹീദായി വീഴുന്നു. സഹാബാക്കൾ കൊണ്ടുവരുന്നു, മടിയിൽ വെക്കുന്നു. റസൂലുള്ളാഹിനെ മടിയിൽ വെച്ചിട്ട് അന്ധശ്വാസം വലിക്കുന്നു. മൂന്നാമത് ചരിത്രത്തിൽ കാണുന്നു, ചില ഹദീസുകളിൽ കാണുന്നു, 7 പേരായി മാറി. 7 പേര് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹിക്ക് വരുന്ന ആയുധങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിലംപതിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഓർമ്മ വന്നു. ഏത് ഓർമ്മ? കൈ പിടിച്ചിട്ട് മിനയിൽ വെച്ചിട്ട് ചെയ്ത ബൈഅത്ത്, ഉടമ്പടി. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ സ്വർഗം കിട്ടിയാൽ മതി എന്ന വാഗ്ദാനം കേട്ടപ്പോൾ ആ ബൈഅത്ത് ചെയ്ത ആ സംഭവം ഓർത്തു. റസൂലുള്ളാഹി പറയുകയാണ്, മാ അൻസഫ്നാ അസ്ഹാബന, നമ്മുടെ സഹാബാക്കൾക്ക് വേണ്ടതുപോലെ നീതി നാം പുലർത്തിയിട്ടില്ല അവരുടെ അവകാശം കൊടുക്കുന്നതിൽ. അഥവാ അവർ ചെയ്യേണ്ടത് ചെയ്തു, അവർക്ക് ചെയ്യേണ്ടത് നാം വേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്ന പദപ്രയോഗം വരെ അവർ ചെയ്യുന്ന ആ ത്യാഗം കണ്ടുകൊണ്ട് നമ്മുടെ നിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചുറ്റുപാടുണ്ടായി ഭാഗങ്ങളാണ്. ഇവിടെ ബഖീനെ കുറിച്ച് ജനങ്ങൾ പറയും, എന്ത് ജന്നത്തുൽ, എന്താ അതിൻ്റെ പേര്, ബഖീഉൽ ഗർഖദ് അല്ലെങ്കിൽ മഖ്ബറത്തുൽ ബഖീ എന്നല്ലാതെ എന്തല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമമുള്ള സ്ഥലത്തിനെ കുറിച്ച് ജനങ്ങൾ എന്ത് പറയും? റൗള എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പല്ലാത്തത് കൊണ്ടല്ല. റസൂല് പറയാണ്, ഖബർ ഒന്നിരിക്കലോ സ്വർഗ്ഗത്തോപ്പ് അല്ലെങ്കിൽ നരകം, രണ്ടാലൊന്നാണ്. ആരുടെ? മുഅ്മിനീങ്ങളുടേത് സ്വർഗ്ഗത്തോപ്പ്, അമുസ്ലിങ്ങളുടേത് നരകം. ഇങ്ങനെ പറഞ്ഞ റസൂല് തന്നെ ലോക നേതാക്കളുടെ നേതാവായ നബിമാരുടെ നേതാവായ റസൂലുള്ളാഹിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറയുന്ന റസൂലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. റസൂലിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പ് അല്ലെങ്കിൽ പിന്നെ ആരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പ്? അപ്പോൾ അവിടെ സ്വർഗ്ഗത്തോപ്പ് എന്ന് റസൂൽ പേര് വെച്ചൊരു സാധനമുണ്ട്, അത് മറന്നുപോവാണ് ജനങ്ങൾ. അതേതാണ്? റസൂലുള്ളാഹിന്റെ മിമ്പറിൻ്റെയും റസൂലുള്ളാഹിന്റെ വീട്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലം, മനസ്സിലായില്ലേ? അതിൻ്റെ പേരാണെന്ത്? സ്വർഗ്ഗത്തോപ്പ്. നിർത്തണോ? ആ പോയിന്റ് പറഞ്ഞ് നിർത്തി കളയാം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ജബലു റഹ്മ എന്ന് പറയും, അറഫയിലുള്ളതായ ആ കുന്നിൻ്റെ പേര് അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല അതിൻ്റെ പേര്. അത് അള്ളാഹു നേർക്ക് നേരെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശമുണ്ട്. നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച ആശയാദർശം, സഹാബാക്കൾ ആദ്യം പഠിപ്പിച്ച പിന്നെ ഇമാമുകൾ. ആ തത്വത്തിന് വിപരീതം ജീവിച്ചവർ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണകൂടം നടത്തിയിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ പേര് വെക്കപ്പെട്ടതാണ് എന്ത്? ജബലുർ റഹ്മ എന്ന്. ജബലുർ റഹ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങൂല, അള്ളാഹുവിൻ്റെ ദാത്തിനോട് അളമത്തിനോട് ജലാലിനോട് യോജിച്ച രൂപത്തിൽ ഒന്നാം ആകാശത്തിൽ അറഫാ ദിവസത്തിൽ ഇറങ്ങുമെന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് ഇറങ്ങുക. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ പർവ്വതം എന്ന ആ പർവ്വതത്തിന് പേര് വെച്ചാണ്. എന്നല്ലാതെ ആ പർവ്വതത്തിൻ്റെ പേര് ഹിസ്റ്ററിയിൽ മഹാനായ അൽ ഇമാം ഇബ്നു കസീറിനെ പോലത്തെ മോരഖുകൾ പറയുന്നുണ്ട്, ഇലാൽ എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. എന്ത്? ഹിലാലല്ല, ഇലാൽ, ഹംസ കൊണ്ട് തുടങ്ങേണ്ടതാണ്, ഇലാൽ എന്നാണ്. അതുപോലെ തന്നെ മക്കയിലുള്ളതായ ഖബർസ്ഥാനത്തിൻ്റെ പേര്
മഖ്ബറത്തുൽ മഅല അല്ലെങ്കിൽ മുഅല്ല, ആ ഭാഗം ഉയർന്നു നിൽക്കുന്നു. മിസ്ഫല എന്നൊരു ഭാഗമുണ്ട്, അവിടുത്തെ ഇസ്ലാഹി സെൻ്ററുള്ള ഭാഗമുണ്ടല്ലോ, അത് മിസ്ഫലയാണ്. മിസ്ഫല എന്ന് പറഞ്ഞാൽ മക്കയിൽ താഴെ നിൽക്കുന്നത്, മഅല പൊങ്ങി നിൽക്കുന്നത്, അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മനസ്സിലായില്ലേ? അപ്പോൾ മഅല എന്ന നാട്ടിലുള്ളതായ സ്ഥലത്തുള്ളതായ ഖബർസ്ഥാനം എന്ന അർത്ഥത്തിലേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ജബലുൽ ഐനൈനി എന്നതായ ആ കുന്നിൻ്റെ മീതെ 50 അമ്പെയ്ത്ത് വിദഗ്ധന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയതായ വേളയിൽ ബുഖാരിയിൽ കാണാം, റസൂല് പറഞ്ഞു, ആനരാജി പക്ഷി വന്നിട്ട് ഞങ്ങളെ രാജി കൊണ്ടുപോകുന്ന കണ്ടാലും സഹാബാക്കളെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങരുത്. ഇങ്ങനെ റസൂല് പറയുമ്പോൾ എന്തായത്? ഗവേഷണത്തിന് വിധേയമല്ലാത്ത ഒരു നിയമമായി മാറി. റസൂല പറയുന്നത്. സഹാബാക്കൾ എന്ത് ചെയ്തു? അവരിൽ നിന്നിട്ട് 40ഓളം പേര് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? റസൂലുള്ള നമ്മെ ഇവിടെ നിർത്തിയത് വിജയപരാജയം തീരുമാനിക്കാനാണ്. ഇപ്പോൾ നാം എന്ത് ചെയ്തു? വിജയിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ അവിടെ സഹാബാക്കൾ ഗനീമത്ത് ശേഖരിക്കുന്നത്, ഇനി നമുക്ക് ഇറങ്ങാമല്ലോ എന്നവർക്ക് തോന്നി. അപ്പോൾ കമാൻഡർ ആരായിരുന്നു? കാഫിരീങ്ങളുടെ ഉപകമാൻഡർ, മെയിൻ കമാൻഡർ അബൂ സുഫിയാനാണ്. ഉപകമാൻഡർ ആരാണ്? ഖാലിദാണ്. ഖാലിദ് ഇത് നോക്കി നിൽക്കുകയാണ്. ഖാലിദാണെങ്കിൽ വളരെ കഴിവുള്ള ആളാണ്. എന്തിൽ? യുദ്ധത്തിൽ. അതുകൊണ്ട് അദ്ദേഹം കാഫറായ സമയത്ത് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് കാരണമായതുപോലെ മുസ്ലിമായ സമയത്ത് യുദ്ധത്തിൽ നേതൃത്വം വഹിച്ചിട്ട് ഖാലിദിന് പരാജയം എന്തെന്ന് കണ്ടിട്ടില്ല. 100 യുദ്ധം ആർക്ക് വേണ്ടി? ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമായ ശേഷം. ആ ഖാലിദ് കണ്ടപ്പോൾ തീരുമാനിച്ച് ഈ കൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ. പോർക്കളത്തിൻ്റെ മുൻഭാഗം 4 ജനാഹാണ് പോർക്കളത്തിൻ്റെ പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയാണ് പോർക്കള യുദ്ധത്തിൻ്റെ സ്ഥിതി. ജനാഹ ഐസർ, ജനാഹൽ ഐമൻ, മുഅഖിറത്തുൽ ജയ്സ്, മുഖദ്ദിമത്തുൽ ജയ്ഷ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഓടാനും ചാടാനും, കൂടുതൽ ഭാഗത്തുനിന്ന് ഓടാനും ചാടാനും ഏത് പട്ടാളത്തിന് ചാൻസ് കിട്ടി ആ പട്ടാളമാണ് എന്ത് സംഭവിക്കുക? വിജയിക്കുക. ആ പട്ടാളമാണ് എന്ത് സംഭവിക്കുക? വിജയിക്കുക. ഇവിടെ ആ മുസ്ലിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്തൊരു ഒരു ചുറ്റുപാട് റസൂൽ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് തുടക്കത്തിൽ ആര് വിജയിച്ചു? മുസ്ലിങ്ങൾ വിജയിച്ചു. പിന്നെ ഖാലിദ് ഇവരെ കശാപ്പ് ചെയ്തു. 40 പേര് ഇറങ്ങുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്തു? ഖാലിദ് കശാപ്പ് ചെയ്തു. അപ്പോൾ മദീനത്തിൻ്റെ ഈ പോർക്കളത്തിൻ്റെ മുൻഭാഗം മദീനയുടെ ഭാഗം തുറന്നു കിട്ടി. അതോടുകൂടിയാണ് ആഞ്ഞടിച്ചത് 1000-ൽ പരം ശത്രുക്കൾ. അതോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരം ഒഴിവായത്. അപ്പോഴാണ് ഈ ശുഹദാക്കളാകുന്നത്. അപ്പോഴാണ് 70ഓളം ശുഹദാക്കളാകുന്നത്. അതിൽ 65 പേര് അൻസാറുകളായിരുന്നു, 5 പേര് മുഹാജിറുകളായിരുന്നു. ഈ അപകടങ്ങളുടെ പിന്നിലെല്ലാം ഒരു പരീക്ഷണമാണ്. അവർ ചെയ്ത തെറ്റാണ്. അവർക്ക് അല്ലാഹ് പുറത്തു. നിങ്ങൾ ബേജാറാവേണ്ടതില്ല. കാരണം അള്ളാഹു ഖുർആനിൽ സൂറത്ത് ആല ഇമ്രാനിൽ വളരെ നീട്ടിവലിച്ച് 100-ൽ പരം ആയത്തുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അറബി ഭാഷ അറിയാത്തവരാണെങ്കിൽ പരിഭാഷയിലൂടെ ആ സൂറത്തൊന്ന് ഇംആനോട് കൂടി ഒന്ന് സൂക്ഷിച്ച് വായിക്കുക. എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് ഉടനെ തന്നെ പറയാണ്. അതിന് വേറെ കാരണമുണ്ട്, അങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല. അത് അങ്ങനെയുള്ളവരാണ് അവർ എന്നതുകൊണ്ട് പോകട്ടെ. എന്നാൽ ഇവിടെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് മനസ്സിലാക്കിയോ? വ്യക്തമായ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ബുദ്ധി ഉപയോഗിച്ചോ? വ്യക്തമായിട്ട് അല്ലാഹു സിഹറുണ്ട്, മരണമുണ്ട്, കണ്ണേറുണ്ട്, എന്താവട്ടെ ഉണ്ട് എന്ന് 5 വക്തുണ്ട്, 3 വക്തല്ല. മുർത്തദ്ദായ ശേഖരൻ പറയും പോലെ, അല്ലെങ്കിൽ അവരുടെ വിഭാഗങ്ങൾ പറയും പോലെ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല. അതൊക്കെ അർത്ഥശൂന്യമാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ വ്യക്തമായി നിയമം ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. ഖുർആനും സുന്നത്തും വഹിയാണ്. സുന്നത്തും ഖുർആനുമായുള്ള വ്യത്യാസം, സുന്നത്ത് റസൂലുള്ളാഹിയുടെ നാവിലൂടെ നാം കേൾക്കുന്നു, റസൂലുള്ളാഹിൻ്റെ ലിപിയിലൂടെ കേൾക്കുന്നു. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ഖുർആനിൽ അമാനുഷികത്വമുണ്ട്, സുന്നത്തിൽ അമാനുഷികത്വമില്ല. മനസ്സിലായില്ലേ ചേഞ്ച്? ഖുർആനിൽ അമാനുഷികത്വമുണ്ട്, സുന്നത്തിൽ എന്തില്ല? അമാനുഷികത്വമില്ല. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏറ്റെടുത്തു. ഖുർആനെ ഏറ്റെടുത്തതുപോലെ ഖുർആനെ സംരക്ഷിക്കാൻ അല്ലാഹു ഖുർആൻ ഏറ്റെടുത്തതുപോലെ സുന്നത്തിനെ സംരക്ഷിക്കുവാനും ഖുർആൻ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ثم إن علينا ബയാന. ഈ ഖുർആൻ്റെ വിശദീകരണം നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു പറയാണ്, ഖുർആനല്ല ഖുർആൻ്റെ വിശദീകരണം, ബയാൻ വേറെയാണ്. അതാണ് റസൂൽ വിശദീകരിക്കുന്നത്. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ശേഖരൻ പറയും പോലെ, അങ്ങനെയുള്ളവർ പറയും പോലെ, തോന്നിയതുപോലെ മുഹമ്മദ് പറഞ്ഞു വിട്ടതോ തോന്നിയതുപോലെ ഇഷ്ടമുള്ളവർ കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയതോ അല്ല.
തള്ള ഹദീസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നിട്ട് നല്ല ഹദീസിനെ സംരക്ഷിക്കാൻ ഒരു മഹാസമൂഹത്തെ അള്ളാഹ് സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്, അള്ളാഹ് ഏറ്റെടുത്തത് കാരണത്താൽ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, വെല്ലുവിളിക്കാറുണ്ട്, ഈ സാധു മദീനയിലേക്ക് വന്നേട മുതൽ 40 വർഷമായി ഇവൻ ഇവിടെ വന്നിട്ട് 40 വർഷം മുതൽ മദീനത്ത് ക്ലാസ് എടുക്കാൻ, മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുക്കാൻ ആരംഭിച്ച കാലഘട്ടം മുതൽ, സത്യം മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കള്ള ഹദീസ് അല്ലെങ്കിൽ സഹീഹ് ഹദീസ് നമ്മുടെ നേതാക്കൾ കണ്ട് അതിന് വിധി പറയാത്ത, ഞാൻ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇമാമികളാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നേതാക്കൾ കണ്ട് വിധി പറയാത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇല്ല. നമ്മുടെ നേതാക്കൾ കാണാതെ വിധി പറയാത്ത ഒരു ഹദീസും നമ്മുടെ മുമ്പിൽ ഇതുവരെ വിട്ടുകിടന്നിട്ടില്ല. അതുകൊണ്ട് ഹദീസുകളുടെ എണ്ണം ഇപ്പോൾ ലക്ഷക്കണക്കിലുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും സഹിഹായ ഹദീസ് 15,000-ൽ കൂടുതലില്ല. ഇമാം നവവിയുടെ ശൈലിയിൽ 12,000-ഓളം ഉള്ളൂ. ആ 15,000-ഓളം ഹദീസുകൾ സഹിഹായത് ഖുർആൻ അള്ളാഹിൻ്റെ കലാമി എന്നതുപോലെ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റേത് എന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച് 8 വാള്യം അച്ചടിക്കാൻ വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. മദീനയിൽ വെച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഇന്ത്യക്കാരനായ സൗദിയായ ഇവിടുത്തെ നാഷണലിറ്റി ഉള്ളതായ ഡോക്ടർ ദിയാഉർ റഹ്മാൻ അൽ അലമി എന്നൊരു പണ്ഡിതനാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ സഹീഹ് ഹദീസുകൾ ഒറ്റൊരു സ്ഥലത്ത്, ഇപ്പോൾ ബുഖാരിയിൽ സഹീഹുണ്ട്, മുസ്ലിമിൽ സഹീഹുണ്ട്, മറ്റു ഗ്രന്ഥങ്ങളിൽ സഹീഹും ലൈഫുമുണ്ട്. അപ്പോൾ എല്ലാ സഹീഹ് ഹദീസ് ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ശേഖരിച്ച് കിട്ടാറില്ല. അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ തന്നെ ഹദീസുകൾ മുഴുവൻ ശേഖരിച്ച് കിട്ടുന്നതായ പദ്ധതി അത് ഉണ്ടാക്കപ്പെട്ടു. ഇന്ന് വരെ ഈ ഹദീസിനും ഈ മതത്തിനും സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു കാരണമാണ്, എന്നതിൻ്റെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് അഥവാ സൗകര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങളുള്ള പുരുഷന്മാർക്ക് മദീനയിലുള്ളതായ ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സ് പോയിട്ട് കാണാവുന്നതാണ്. ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ പുരുഷന്മാർക്ക് 9 മണി മുതൽ 8:30 മണി മുതൽ 9 മണി മുതൽ സന്ദർശിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ പോയാൽ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ഈ സാധു പരിശോധിച്ച അവിടെ നിന്ന് അച്ചടിക്കപ്പെടുന്ന ഖുർആൻ്റെ പരിഭാഷയുടെ കോപ്പി നിങ്ങൾക്ക് ഫ്രീ കിട്ടും പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അത് കാണേണ്ടതാണ്. കാരണം അത് കാണുമ്പോൾ തന്നെ നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, ഇതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആ ആയത്ത് ഇങ്ങനെ ഓർമ്മ വരും. ജർമ്മനികൾ ഇവർക്ക് വേണ്ടി ഈ ഖുർആൻ അച്ചടിക്കാൻ വേണ്ടി മിഷൻ ഉണ്ടാക്കാം. ലോകത്ത് ആർക്കും അത്ര ശക്തിയുള്ള ഉള്ളതുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കൊല്ലത്തിൽ 2 മില്യൺ കോപ്പിയാണ് ഖുർആൻ അച്ചടിക്കുന്നത്. എത്ര? 20 ലക്ഷം കോപ്പി. മനസ്സിലായില്ലേ? അതല്ലാതെ ഖുർആനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളൊക്കെ അവിടെയാണ് ഇപ്പോൾ ഈ സാധു വർക്ക് ചെയ്യുന്നതും. പണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു 20ഓളം വർഷം പ്രൊഫസറുടെ പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്നത് ഈ സാധു. ഞാൻ എന്നെ പൊക്കല്ല, പിന്നെയോ ഞാൻ ഇതുവരെ പറഞ്ഞതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതുമായ കാര്യങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആരാണ് ഈ പലതും പറഞ്ഞു പോയത് എന്ന് ചിലർക്ക് തോന്നിപ്പോകും. അല്ല, ഇവിടെ തന്നെ മുസ്ലിയാരായിട്ട് പള്ളി ദർസകളിലൂടെ കേരളത്തിലുള്ള പ്രഗത്ഭരായ സമസ്ത നേതാക്കളിൽ നിന്നിട്ട് പലരുമാണ് എൻ്റെ ഉസ്താദന്മാർ. പേരെടുത്ത സമസ്ത നേതാക്കളിൽ നിന്നിട്ട് പലരും എൻ്റെ ഉസ്താദന്മാരാണ്. അവിടെ നിന്നാണ് 21-ാം വയസ്സിൽ ഇവിടെ കടന്നു വരുന്നത്. 40 കൊല്ലം മുമ്പ് ഉപരിപഠനം നടത്താൻ വേണ്ടി. അങ്ങനെ ഇവിടെ ഉപരിപഠനം നടത്തി മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 20ഓളം വർഷങ്ങൾ റിസർച്ചറായിട്ട് ഇത് വർക്ക് ചെയ്ത് പിന്നെയാണ് ഇപ്പോൾ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളിപ്പോൾ കേട്ടതായ കാര്യത്തിലിട്ട് പലതും നിങ്ങൾ സൂചനകളാണ് മനസ്സിലാക്കിയത്. വിശദാംശങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ പലതും നിങ്ങളുടെ പ്രബോധകന്മാരിൽ നിന്നിട്ട് കേട്ടിരിക്കാം, അല്ലെങ്കിൽ ഇനിയും കേൾക്കാൻ ചാൻസുകളുണ്ട്. പണ്ഡിതന്മാരോട് ചോദിച്ച് വിശദീകരണം മനസ്സിലാക്കുക. ഇവിടെ കാണുന്നതായ ആ റസൂലുള്ളാഹിൻ്റെ പള്ളിയുടെ പരിസരത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ വളരെ വിശാലമായ പാഠങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട പാഠമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതായ ആ ആദർശം, ആ തൗഹീദ്, ആ ഖുർആൻ, ആ സുന്നത്ത്, പിന്നെ അവിടെ ജീവിച്ച് റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ താമസിച്ചുകൊണ്ട് സ്വർഗ്ഗം നേടിയതായ സഹാബാക്കൾ, അവരോടുള്ളതായ പിന്തുടർച്ച. ഇതാണ് മെയിൻ തത്വങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ റസൂലുള്ളാഹിന്റെ ഖബർ ബുഖാരിയിലുള്ളതുപോലെ ഇപ്പോഴും മണലിലാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ച് കാണും അല്ലേ? ഖബറിൻ്റെ ആകൃതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഖബറിൻ്റെ ആകൃതി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ചോദ്യോത്തരവേദിയായിട്ട് 5 മിനിറ്റ് തരുന്നുണ്ട്. അതിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ വാക്ക് കസർത്തിൻ്റെ സ്റ്റേജുകളുടെ കുറവൊന്നുമില്ല. കുറവ് എന്താണെന്ന് പരിശോധിച്ചാൽ പ്രവർത്തിക്കുന്നവരുടെ കുറവാണ്.
അതുകൊണ്ട് നിങ്ങളിനി വേണ്ടത് ഈ നാട് പഠിപ്പിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഭാവി ജീവിതം എത്രയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 5 കൊല്ലമായിരിക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ് ആയിരിക്കും. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ മതത്തിൽ അടിയുറച്ച് സേവിക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. ആ ശേഷിക്കുന്ന കാലഘട്ടത്തിൽ റബ്ബേ, ഇനിമേലിൽ ഈ നാട്ടിൽ പണ്ട് ജീവിച്ചു പോയ നീ നിർബന്ധമായി പിന്തുടരാൻ വേണ്ടി, അന്ധമായി അനുകരിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ ആ ദൂതർ കൊണ്ടുവന്നതായ ആദർശവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നീ തൻ്റെ ഇടം, കഴിവ്, കൽപ്പ്, ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നൽകണമേ റബ്ബേ. ഞാനിതാ പഴയ പട്ടികയോട് വിട വാങ്ങി പുതിയ പട്ടിക നിരത്തിവാക്കാൻ തീരുമാനിച്ച് ഇനി എൻ്റെ ജീവിതം ഞാൻ റബ്ബേ ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചു, മദീനീകരിക്കാൻ തീരുമാനിച്ചു, മക്കീകരിക്കാൻ തീരുമാനിച്ചു, സ്വർഗത്തോപ്പീകരിക്കാൻ തീരുമാനിച്ചു, ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ഇന്ന് രാത്രി തന്നെ ശപഥം ചെയ്തോളീൻ. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുങ്ങിയവരെ ഞാൻ കണ്ടു. ഇതേ സ്റ്റേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട് 18 വയസ്സുണ്ട് ഈ താടിക്കെന്ന് പറഞ്ഞ ആളെ കണ്ട വാർത്തയും 4 കൊല്ലമായിട്ട് ഞാനിപ്പോൾ പലിശ ബാങ്ക് തൊട്ടിട്ടില്ല, തീണ്ടിട്ടില്ല, ഇവിടെ മദീനയിൽ വന്ന് പോയ ശേഷം എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ഈ 18 കൊല്ലമായി ഈ താടിക്കെന്ന് പറഞ്ഞ സുഹൃത്തിനോട് മനസ്സിലായില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, 18 വർഷം മുമ്പ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹാബിയും താടി പഠിച്ചിട്ടില്ല. റസൂലുള്ള 22ഓളം ഹദീസുകളിലൂടെ സഹിഹായ ഹദീസുകളിലൂടെ പുരുഷന്മാരുടെ ചിഹ്നം താടിയാണ് എന്ന് കുറിക്കുന്ന കൽപ്പനയുടെ വാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും, അതുകൊണ്ട് നിങ്ങൾ നിന്നിട്ടുള്ള പുരുഷന്മാർ ഇനിമേലിൽ താടി വെക്കാൻ ഒരു പുതിയ ശൈലി നിങ്ങളുടെ ജീവിതത്തിൽ, മദീനയോട് ബന്ധപ്പെട്ടുള്ള ശൈലി, നിങ്ങളുടെ മുഖത്ത് തന്നെ കാണുന്ന ശൈലി നിങ്ങളിൽ ഉണ്ടാവണമെന്നൊക്കെ നിങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാതെ ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് പറഞ്ഞു പോയി, റബ്ബേ ഇനി ഞാൻ താടി പഠിക്കൂല. ഇപ്പോൾ 18 കൊല്ലമായി താടിക്ക് എന്നൊരു ഹാജിയാർ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്, ഇവിടെ നിന്നിട്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഇസ്ലാമിക പർദ്ദയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇവിടെയാണ് പർദ്ദയുടെ ആയത്തിറങ്ങിയത്. മുസ്ലിം ലോക, ദൂതരുടെ ഭാര്യമാരെ, ദൂതരുടെ പെൺകുട്ടികളെ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന. 3 വിളി. 3ാമത്തെ വിളി എന്താണ്? ഒനിസാഇൽ മുഅ്മിനീന. ഇത് നിനക്കൊന്നുമല്ല, പല മാലോർക്കും അവർ പർദ്ദയിടുന്നവർ പർദ്ദയിട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കാലഘട്ടം വന്നിരിക്കുകയാണ് ഇപ്പോൾ. പറ്റൂല. അള്ളാഹിന്റെ കൽപ്പന എന്ത്? ഒനിസാഇൽ മുഅ്മിനീൻ, മുസ്ലിം ലോക സ്ത്രീകളെ മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവരോട് പറയണമെന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ബ്ലൗസിനെ, പാവിടയെ, സാരിയെ എന്താണ് അവർ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നത്? അങ്ങനെയുള്ള വസ്ത്രങ്ങളെ മറക്കുന്ന, അന്യപുരുഷന്മാരെ തൊട്ട് മറക്കുന്ന ജിൽബാബ്. അറബി ഭാഷയിൽ ഭാഷാ പദം തന്നെ ലൂസ് എന്ന അർത്ഥം കുറിക്കുന്ന പദമാണ്. ജിൽബാബ് എന്ന ലൂസായ, ശരീരം തുറിച്ച് കാണാത്ത, ശരീരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിച്ച വസ്ത്രം കാണാത്ത ഡ്രസ്സ് അവർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ധരിക്കട്ടെ. ഖുർആൻ നിസ്കരിക്കാൻ കൽപ്പിച്ചതുപോലെയുള്ള കൽപ്പനയാണത്, പരിഹസിക്കാനുള്ള കൽപ്പനയല്ല. അത് തോന്നിയതുപോലെ പറയാനുള്ള കൽപ്പനയല്ല. തബൂക്ക് യുദ്ധം നടന്നിട്ട് മടങ്ങി വരുന്ന വേളയിൽ ഒരു വിഭാഗം അള്ളാഹിന്റെ ആയാത്തിനെ പരിഹസിച്ചപ്പോൾ ലാ തഅ്തദിറു, നിങ്ങൾ ഒഴിവുകിഴിവെനി പറയാൻ നടക്കരുത്. ഖദ് കഫർത്തും, നിങ്ങൾ ഈ ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ, ആയാത്തുകളെ പരിഹസിച്ചതോടുകൂടി കാഫറായി പോയിരിക്കുകയാണ്. ബഅദ ഈമാനിക്കും, നിങ്ങൾ മുമ്പ് മുഅ്മിനായിട്ടുണ്ടെങ്കിലും എന്ന് അവർക്ക് വേണ്ടി, കപടവിശ്വാസികൾക്ക് വേണ്ടി ഈ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ ഇറങ്ങിയ ആയത്തും ഖുർആനിലുണ്ട്. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കാതിരിക്കൽ തെറ്റ്, പരിഹസിക്കൽ കുഫ്ർ, റിദ്ദത്ത്, ഇസ്ലാമിൽ നിന്നിട്ട് ഗെറ്റ് ഔട്ടായി പോകും. അതൊക്കെ നാം പഠിച്ചു പോകേണ്ടതായ തത്വമാണ് ഇവിടെ നിന്ന്. കാരണം ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ ലോക വാർത്തകൾ കേൾക്കുന്നവരായിരിക്കാം. ഈ ആഴ്ചയിൽ അബ്ദുള്ള രാജാവിൻ്റെ ഓർഡറൊക്കെ വന്നു. എന്ത്? ഈ ഇസ്ലാമിനെ പരിഹസിച്ച ഒരു വ്യക്തി ഇവിടുന്ന് പരിഹസിച്ച വാർത്ത കേട്ടപ്പോൾ ഒരു 23കാരൻ രാജാവിൻ്റെ പ്രഖ്യാപനം വന്നു, അവനെ പിടികൂടണമെന്ന്. ഓടി എവിടേക്കെത്തി? ഇന്റർപോൾ എന്ന് പറയുന്ന ലോക പോലീസുകൾക്ക് ഓർഡർ കൊടുത്ത് പിടിക്കാനല്ലേ, അങ്ങനല്ലേ പറയാം? ലോക പോലീസുകൾ എവിടുന്ന് പിടിച്ചു? മലേഷ്യയിൽ നിന്ന് പിടിച്ചു. വാർത്ത കേൾക്കാറില്ലേ? മലേഷ്യയിൽ നിന്ന് പിടിച്ചു. മൂപ്പരിപ്പോൾ ജയിലിലാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല. അള്ളാഹിനെയും റസൂലിനെയും പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു യുവാവ് സംസാരിച്ചു എന്നുള്ളതാണ്.
ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന നാട്ടിൽ അത് സഹിക്കാൻ പറ്റൂലല്ലോ, ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈ മതത്തെ തെറി പറയുന്ന യുഗമാണ് യുഗം. അങ്ങനെ യുഗത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷകർ നിങ്ങളാണ്, ഞാനാണ്, അവനാണ്, അവളാണ്, അവരാണ്. മുസ്ലിം ലോകമാണ്. മുസ്ലിം ലോകത്തിൻ്റെ കയ്യിലാണ് ഇതുള്ളത്. നമുക്ക് അലർജി ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഈമാനില്ല എന്നതിലേക്കുള്ള തെളിവാണെന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ജീവിതം ശരിക്ക് ഇസ്ലാമീകരിച്ച് മദീനീകരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം ഇവിടുന്ന് തന്നെ എടുത്തോളീൻ, അങ്ങനെ പോയിക്കോളീൻ. അള്ളാഹിൻ്റെ വാഗ്ദാനമുണ്ട്, സത്യവാഗ്ദാനം. അല്ലദീന ജഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. നമ്മളിൽ വരാൻ, നമ്മളിലേക്ക് വരാൻ, നമ്മുടെ വഴിയിൽ ജീവിക്കാൻ പാടുപെടുന്നവരാരുണ്ടോ, കഷ്ടപ്പെടുന്നവരാരുണ്ടോ അവർക്ക് നാം ലളിതമാക്കി കൊടുക്കുക, എളുപ്പമാക്കി കൊടുക്കും. എളുപ്പമാണ് ഇസ്ലാം. ദീനിൻ്റെ നിയമം നടപ്പാക്കൽ എളുപ്പമാണ്. 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കൽ എളുപ്പമാണ്. പ്രത്യേകിച്ച് നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നിസ്കരിക്കേണ്ട പുരുഷന്മാർക്കും എളുപ്പമാണ്. തീരുമാനിച്ചാൽ മതി. അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടും. അള്ളാഹിൻ്റെ ഓർഡർ തന്നെ അങ്ങനെയാണ്. യഹ്ദീമൻ അനാബ്, യഹ്ദീമൻ യുനീബ്. എന്നിലേക്ക് വരാൻ തീരുമാനിച്ച ആളെ ഞാൻ സന്മാർഗത്തിലേക്ക് നയിക്കുമെന്നാണ്. തീരുമാനം നമ്മൾ നിന്നിട്ട് വരണം, ഒരുക്കം നമ്മൾ നിന്നിട്ട് വരണം, തയ്യാറെടുപ്പ് നമ്മൾ നിന്നിട്ട് വരണം. അതിനെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്രമം ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. ഖുർആന്റെയും സുന്നത്തിൻ്റെയും അപ്രകാരം ഖുർആനും സുന്നത്ത് കൽപ്പിച്ച രൂപത്തിൽ ഇവിടെ ജീവിച്ചു പോയതായ മുൻപന്മാരായ സലഫ് സാലിഹ്യങ്ങളാകുന്ന സഹാബാക്കളുടെയും പിന്നിലാണ് നടന്നുകൊണ്ട് ലോകത്തെ ഭയപ്പെടാതെ സത്യത്തെ സത്യമായി പുലർത്തി സ്ഥാപിച്ച് അതിൻ്റെ വിജയ പതാക പറപ്പിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള കഴിവുകൽപ്പ് മുസ്ലിം ലോക രാഷ്ട്രങ്ങൾക്ക്, നേതാക്കൾക്ക്, മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക് നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് വിരിയാണ്. ആ വിരിയുടെ അകത്ത് വൻമതിലാണ്. ആ വൻമതിലിൻ്റെ പൊക്കം നിങ്ങൾ കാണുന്ന 8-ാം നൂറ്റാണ്ടിൽ, ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിൽ, നാം ഇപ്പോൾ ഹിജ്റയുടെ എത്രാമത്തെ നൂറ്റാണ്ടിലാണ്? 15-ാം നൂറ്റാണ്ടിലാണ്. എത്ര? 15-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റയുടെ 15-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞ് എത്ര കൊല്ലം വിട്ട് കടന്നു വന്നു, എത്ര നൂറ്റാണ്ട് വിട്ട് കടന്നു വന്നു. ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, ആദ്യത്തിൽ ഖാലബൂൻ സാലിഹ് എന്ന രാജാവ് സ്ഥാപിച്ചതായ പച്ച കുബ്ബയുണ്ടല്ലോ, ആ പച്ച കുബ്ബയുടെ താഴെയാണ് ഈ വൻമതിലുള്ളത്. ഈ വൻമതിൽ ഇത് വരുന്നതിന് മുമ്പ് ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൽ 3 ഖബറും 80-ാം വർഷം വരെ, നബി ഹിജ്റ വന്ന 80-ാമത്തെ വർഷം വരേക്കും, നബി മരിച്ചയുടെ മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 ഖബറും പ്രകടമായി കാണുന്ന രൂപമായിരുന്നു. ബുഖാരിയിലുണ്ട്. കാന ഖബറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമ. അല്പം മണൽ കൂട്ടിയതായിട്ട് നാം മൺകൂന കാണാറുണ്ടല്ലോ ഖബറിൻ്റെ മീതെ, ആ രൂപത്തിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താബിഈങ്ങൾ ആ കാണുന്ന കാലഘട്ടത്തിൽ. പിന്നെ എന്തു ചെയ്തു? വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന് നല്ല കാശുണ്ടായപ്പോൾ യുദ്ധമൊക്കെ ചെയ്തിട്ട് അവരുടെ ആസ്ഥാനം ഡമസ്കസാണ്. ഇന്ന് പുകയുന്ന, തകരുന്ന, തകർത്തപ്പെടുന്ന, മുസ്ലിങ്ങളെ ദ്രോഹിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. അവിടെയുള്ളതായ പരാക്രമികളുടെ പരാക്രമത്തിൽ നിന്നിട്ട് അള്ളാഹു മുസ്ലിം 90% വരുന്നതായ സുന്നി മുസ്ലിങ്ങളെ ഷിയ ദ്രോഹികളിൽ നിന്നിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ നാടായിരുന്നു നമ്മുടെ ആസ്ഥാനം, അന്നത്തെ ആസ്ഥാനം. ആ ആസ്ഥാനത്തിൽ നിന്നിട്ട് ഓർഡർ വന്നു മദീനയിലുള്ള അന്നത്തെ അന്നത്തെ അമീറിന് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്, എന്ത്? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകൾ തകർത്തുക, എന്നിട്ട് കിഴക്ക് ഭാഗത്തിൽ നിന്നിട്ട് പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന്. ഏത് രാജാക്കന്മാർക്കും അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മക്കയിൽ അബ്ദുള്ള രാജാവ് കെട്ടുന്ന മസ്ജിദുൽ ഹറാമിൻ്റെ വലുപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ഇത് പത്രത്തിലൊക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന 3 മില്യൺ ഹാജിമാർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള അത്ര വലുപ്പമുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള അതേ വലുപ്പമുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് കാലഘട്ടത്തിലും രാജാക്കന്മാർ കാശുണ്ടാകുമ്പോൾ എന്ത് ആഗ്രഹമുണ്ടാകും? എന്തെങ്കിലും ഒന്ന് ദീനിന് വേണ്ടി മക്കയിലും മദീനയിൽ കാട്ടണമെന്ന് എല്ലാവർക്കും പൂതിയുണ്ടാകും. അപ്പോൾ വലീദ് അബ്ദുൽ മലിക്കിൻ്റെ രാജാവിൻ്റെ പൂതിയായിരുന്നു കിഴക്ക് ഭാഗം വികസിപ്പിക്കാൻ. അപ്പോൾ എന്ത് വേണ്ടി വന്നു? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ 9ഓളം ഭാര്യമാർ റസൂൽ മരിക്കുമ്പോൾ തന്നെ റസൂൽ അള്ളാഹ്ക്കുണ്ട്. 11ഓളം ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കൂടിയ ഭാര്യമാരാണ്. അതിൽ നിന്നിട്ട് 9ഓളം ഭാര്യമാർ മരിക്കുമ്പോൾ ജീവിപ്പിച്ചിരിപ്പുണ്ട്. ആ 9ഓളം ഭാര്യമാരുടെ കുടിലുകൾ ആ പരിസരത്തിലാണ്. നിങ്ങൾ പുരുഷന്മാർ സലാം പറയാൻ വേണ്ടി പോകുന്ന ഭാഗം നിങ്ങൾക്കറിയുമല്ലോ. ആ ആർച്ചുകളുള്ള 3 ആർച്ചുള്ള സ്ഥലം, അതിലുള്ള മധ്യത്തിലുള്ള ആർച്ചിലാണ് റസൂൽ, അബൂബക്കർ, ഉമർ ബേക്കിലായിട്ട് കിടക്കുന്നത്. ആദ്യം റസൂൽ പടിഞ്ഞാറ് ഭാഗം തല, കിഴക്ക് ഭാഗം കാല്, തെക്ക് ഭാഗം മുഖം ചെരിഞ്ഞ് കിടക്കാണ്. അവിടെ പോലീസ് നിൽക്കുന്നുണ്ടല്ലേ. ഈ സാദ് അവിടെ 6ഓളം കൊല്ലം ആ പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന മൗലവിയായിട്ട് നിന്ന ആളാണ്.
മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം 5-5 10 10:15 9:45. കാരണം അവിടെ തന്നെ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ. പഴയ കാലഘട്ടങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത്, അവിടെയുള്ളതായ ആ ഇത് മധ്യത്തിലുള്ള ആർച്ചിൻ്റെ അകത്താണ് 3 പേരും അന്ത്യവിഷമം കൊള്ളുന്നത്. ആയിഷയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി കബറടക്കപ്പെട്ടിട്ടുള്ളത്. ആയിഷാൻ്റെ വീട് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം അവിടെയുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ആ വീടിൻ്റെ അകത്താണ് ഇവർ ഈ 3 ഖബറുകളെ കാണുന്ന കാലഘട്ടത്തിൽ. പിന്നെ ഈ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ വീടുകളൊക്കെ തകർത്തപ്പെട്ടപ്പോൾ പ്രകടമായി ഖബർ കാണുമ്പോൾ അന്നത്തെ ഇമാമുകൾ ആവശ്യപ്പെട്ടു. ആരാണ് ഇമാമുകൾ? 70ഓളം ബദരീങ്ങളെ കണ്ടവർ അവരുടെ കൂട്ടത്തിലുണ്ട്. 70ഓളം ബദരീങ്ങളെ കണ്ടവർ അവരുടെ കൂട്ടത്തിലുണ്ട്. സഈദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളുടെ നേതാവ്. അവരൊക്കെ രാജാവിനോട് ആവശ്യപ്പെട്ടു, മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് ഈ 3 ഖബറുകളെ മറക്കണം, അപകടമില്ലാതിരിക്കാൻ വേണ്ടി എന്ന്. നിങ്ങൾ ഈ കേൾക്കുന്ന വാർത്ത സൗദി ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക പുസ്തകങ്ങൾ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി വിടുന്നതോ ഒരു പ്രത്യേക വകുപ്പ് എന്ന പേരിൽ നമ്മുടെ നാട്ടുകാർ പറയുമ്പോൾ വഹാബികൾ ഉണ്ടാക്കി വിടുന്നതോ ഒന്നും തന്നെയില്ല. ആരാൻ്റെ ചോറ് തിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിയാമാർ പള്ളി ദർസിൽ വെച്ചിട്ട് ഓതിയ മുസ്ലിം എന്ന കിതാബിൻ്റെ ഷറഹിലുള്ളതാണ്, സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിലുള്ളതാണ്. മനസ്സിലായില്ലേ? ആ സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ ഈ വാർത്തയുണ്ട്. ഞാൻ പറയുന്ന വാർത്ത, ഈ പള്ളി വികസനത്തിന് ആവശ്യം വന്നപ്പോൾ ഖബറിൻ്റെ ഭാഗങ്ങളിലുള്ളതായ ആ വീടുകളെ തകർത്തിയപ്പോൾ ഖബർ പ്രകടമായി കാണുന്ന വന്നപ്പോൾ വൻ മതിൽ കെട്ടാൻ തീരുമാനിച്ചു. എന്തിനാണ്? ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറിയാൻ. നവവി ഇമാമ് പറയുന്നു, 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നവവി ഇമാമ്, കേരളക്കാർക്ക് പരിചയമുള്ള യഹ്യ ഇബ്നു ഷറഫുൻ നവവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. അദ്ദേഹം പറയുന്നു, ഈ വൻമതിൽ കെട്ടിയപ്പോൾ വടക്ക് ഭാഗം കോണാകൃതിയാക്കി മാറ്റി. ഈ ഭാഗമാണ് വടക്ക് ഭാഗം. എന്തിനാണ് കോണാകൃതി? പള്ളി കിട്ടുമ്പോൾ, കാബ കിട്ടുമ്പോൾ, ഖിബില കിട്ടുമ്പോൾ ഖബർ കിട്ടരുത്, ഖബർ കിട്ടുമ്പോൾ ഖിബില കിട്ടരുത്. അപ്പോൾ ഇത് ഖബറിനെ നേരിട്ടിട്ട് നിസ്കാരം അത് ആദ്യം കാണുന്ന ഖബറാണല്ലോ, അത് ഉണ്ടാവരുത് എന്ന പ്രശ്നം. എന്നിട്ട് ഇമാം നവവി നമ്മുടെ നാട്ടിലൊക്കെ തൗഹീദിൻ്റെ വക്താക്കൾ വിവരിക്കാറുള്ളതായ ഹദീസുകൾ വിവരിച്ചു, അവിടെ വിശദീകരിച്ചു എന്നതാണ് വാർത്ത. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 1350 വർഷമായിട്ട് നേർക്ക് നേരെ റസൂലുള്ളാഹിൻ്റെ ഖബർ കണ്ട വ്യക്തി ഇല്ല. ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ പരിസരത്തിലുള്ളതായ ആ വൻമതിലിൻ്റെ ഒരു ഭാഗം 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 9-ാം നൂറ്റാണ്ടിൽ തീപിടുത്തമുണ്ടായി മദീനത്തെ പള്ളിയിൽ. ഇമാം മുഅദ്ദിൻ വരെ മരിച്ചു, 10-11 ആൾ മരിച്ചു. ആ തീപിടുത്തത്തിൽ സംഹൂതി പറയുന്നു, അദ്ദേഹത്തിൻ്റെ വഫാ എന്ന ഗ്രന്ഥത്തിൽ, കേരളത്തിലുള്ള പള്ളി ദർസിൽ കിട്ടും ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വൻമതിലിൻ്റെ വടക്ക് ഭാഗം തകർന്നപ്പോൾ പാളി നോക്കിയവർ കണ്ട ശൈലി 3 മൺകൂനകളാണ്. അതേ രൂപത്തിൽ ആ മതിലിനെ പൊക്കിക്കെട്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നെറ്റിലോ ചവറ്റ് കൊട്ടകളിലോ അല്ലെങ്കിൽ വല്ല പത്രങ്ങളിലോ വല്ല മമ്പർത്ത തങ്ങളുടെ ഖബറിൻ്റെ കോലത്തിലോ അല്ലെങ്കിൽ ഇറാനിലുള്ള ഹുമൈനിൻ്റെ ഖബറിൻ്റെ കോലത്തിലോ വല്ല ഖബറിൻ്റെ കോലം ഫോട്ടോസുകൾ വിതരണം ചെയ്തിട്ട് റസൂലുള്ളാഹിൻ്റെ ഖബർ ഇങ്ങനെയാണെന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഞാൻ അല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് 35-36 കൊല്ലമായി. ഇന്ന് വരെ ആണെന്ന് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞൊരു ബഹുലക്കിന് ഞാൻ കണ്ടിട്ടില്ല. സാധിക്കൂല. കാരണം 5-5 10 ഈ പറയുന്നത് 10:15 9:45. പച്ചക്കള്ളങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കും. അള്ളാഹു സത്യം പഠിച്ച് സത്യം പ്രചരിപ്പിച്ച് സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിലടി ഉറച്ച് മരിച്ച് പരലോകത്തിൽ സത്യത്തിൻ്റെ വക്താക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് ക്ഷണിക്കുന്നവർ ക്ഷമിക്കണം നീട്ടിപ്പോയതിൽ.